പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നവരാണല്ലോ. ആ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ആത്മീകമായി വളരെയധികം അനുഗ്രഹമാണെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ദൈവമക്കളെയും കർത്താവ് എങ്ങനെയാണ് നടത്തിയത്, അവരെ പരിപാലിക്കുന്ന വിധങ്ങൾ എല്ലാവരുടെയും വ്യത്യസ്തങ്ങളായ സാക്ഷ്യങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവിനോടുള്ള ഒരു പ്രത്യാശ, നമ്മുടെ കർത്താവിനെക്കുറിച്ച് ആഴമായി നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ഈ സാക്ഷ്യങ്ങളിലൂടെ കഴിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ദയവായിട്ട് നിങ്ങളുടെ സമയങ്ങൾ അനുസരിച്ച് കേൾക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് സൗദിയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്, റെനി ഷാജി. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളോടൊപ്പം പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി കടന്നു വന്നൊരു ഒത്തിരി നന്ദിയുണ്ട്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസി സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിട്ടിരിക്കും, ദൈവത്തിന്റെ കൃപയാ. ഓക്കെ. സൗദിയിലാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പരിചയപ്പെടുത്തിയാട്ടോ. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനും ഇളയ മോളും മാത്രമേ ഉള്ളൂ. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാ. മൂത്ത മോള് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുടുംബസ്ഥയായിട്ട് ഇപ്പം കാനഡയുടെ പ്രദേശത്തായിരിക്കുന്നു. ഇളയ മോള് മെഡിസിന് കാരക്കോളം മെഡിക്കൽ കോളേജിൽ 3-ാം വർഷം പഠിക്കുന്നു. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ നന്ദി കരയറ്റുന്നു. കർത്താവ് ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ഞാൻ ദൈവദാസിക്ക് നൽകി തരികയാണ്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യവും ദയവും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ പരിപാലനമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളെ ബലപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. കടന്നുപോയ വഴികളൊക്കെ സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ പരിപാലനം, കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ അറിഞ്ഞത് സംസാരിപ്പാനുള്ള കൃപ കർത്താവ് കൊടുത്താട്ട് അത് കേൾവിക്കാർക്ക് വലിയൊരു ആത്മീക അനുഗ്രഹമായി തീരണം കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ചാട്ട് അങ്ങയുടെ സാന്നിധ്യം നമ്മൾ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഓക്കെ സിസ്റ്റർ, ഇനിയുള്ള സമയമാണ് ഞാൻ ദേവദാസിക്ക് നൽകി തരികയാണ്. ദേവദാസിക്ക് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്കിങ്ങനെ സാക്ഷി പറയുവാൻ ഒരവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസിയോടും ജോയ്സ് ടി വിയോടും പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തിയ പ്രിയ സോഫി ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന എല്ലാ ജോയ്സ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എന്നെ നടത്തിയ വഴികളെ, ഞാൻ കടന്നുപോയ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കരം പിടിച്ച് നടത്തിയ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷീകരിപ്പാൻ എൻ്റെ യേശുപ്പച്ചൻ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റെനി ഷാജി. എൻ്റെ സ്വദേശം പന്തളത്താണ്. എനിക്ക് മാതാപിതാക്കള്, ഞങ്ങൾ 5 സഹോദരങ്ങളായിരുന്നു. മൂത്ത 2 സഹോദരിമാർ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒരു സഹോദരൻ നാട്ടിലുണ്ട്, ഒരു സഹോദരി പൂനെയുടെ പ്രദേശത്തായിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് പേര് ഷാജി ഡേവിഡ്. എൻ്റെ സ്വദേശം വള്ളികുന്നത്താണ്. ഞാൻ ഒരു പെന്തിക്കോസ്ത് കുടുംബത്തിലെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെയിൽ നഴ്സിംഗ് പഠിക്കാനുള്ള ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. എൻ്റെ ഹസ്ബൻഡിനെ പറ്റി പറയുവാണെങ്കിൽ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. നാട്ടിലായിരുന്ന സമയത്ത് ലോകത്തിൻ്റെതായ എല്ലാ ഇമ്പങ്ങളിൽ കൂടി നടന്നുപോയൊരു വ്യക്തിയാണ്. അതായത് മദ്യപിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കും, ലഹരിക്കൊക്കെ അടിമപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ സൗദി അറേബ്യയിൽ കടന്നു വന്ന്, റിയാദിൻ്റെ പ്രദേശത്തേക്ക് കടന്നു വന്ന് ഒരച്ചാൻ ഇതുപോലെ
പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച വൈകിട്ടും വെള്ളിയാഴ്ചയും ആരാധനയ്ക്കൊക്കെ കടന്നുപോയി. ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനം വായിച്ചു. അങ്ങനെ സത്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ കൽപ്പനകളെയൊക്കെ അനുസരിപ്പാൻ ഗുണം കർത്താവ് ഭാഗ്യം കൊടുത്തു. അങ്ങനെ ആ ഭവനത്തിൽ നിന്ന്, അതായത് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡാണ് വിശ്വാസത്തിൽ കടന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2 സഹോദരന്മാർ കുടുംബമായിട്ടും ഒരു സഹോദരിയും വിശ്വാസത്തിലുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡ് കുടുംബ പശ്ചാത്തലം. ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് 1999 നവംബർ മാസത്തിലാണ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ദൈവം ഞങ്ങൾക്ക് 2 പെൺകുഞ്ഞുങ്ങളെ ദാനമായി തന്നു. 2002 എനിക്ക് ഈ സൗദിയുടെ പ്രദേശത്തേക്ക്, സൗദിയിലുള്ള അബഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തന്നു. അന്ന് ഹസ്ബൻഡ് നാട്ടില്, കുഞ്ഞുങ്ങളെ 2 ഹസ്ബൻഡ് റിയാദില്, കുഞ്ഞുങ്ങളെ 2 പേരും നാട്ടില്. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്തായിരുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ചായിരിക്കാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, അതിനുവേണ്ടി ഒത്തിരി പ്രയത്നിച്ചു. ഞാനാണെങ്കിൽ റിയാദിലോട്ട് ഒരു ട്രാൻസ്ഫറിന് വേണ്ടി ഇവിടുത്തെ റിയാദിലുള്ള MOHന്റെ ഓഫീസിൽ പോയി അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒക്കെ നടത്തി. പക്ഷേ എല്ലാ പേപ്പർ വർക്കുകളും ഇങ്ങനെ ഫോർവേഡായി അവസാനം അവിടുത്തെ ആ വലിയ ആളുടെ സൈൻ ഇടാൻ വന്നപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഇല്ലാതെ അങ്ങോട്ട് ട്രാൻസ്ഫർ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ പേപ്പറെ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫറിന് വേണ്ടി ഒത്തിരി നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ 2007 മാർച്ച് മാസത്തിൽ ഇവിടെ അബേലുള്ള ബ്രാഞ്ചിലെ ഒരു പുള്ളിക്കാരൻ ഇതുപോലെ UK കടന്നുപോയി. അപ്പോൾ ആ സ്ഥാനത്ത് ഒരു വേക്കൻസി വന്നു. അങ്ങനെ ഹസ്ബൻഡ് ഈ അബയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു, കുഞ്ഞുങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് സന്തോഷത്തോടെ ഈ ദേശത്തായിരുന്നു. എന്നാൽ ഈ 2007 മാർച്ചിലാണ് ഞങ്ങൾ ഈ അബയുടെ പ്രദേശത്ത് കടന്നു വരുന്നത്, ഹസ്ബൻഡ് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ, അത് ജൂലൈ മാസമായപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ദിവസം, അതൊരു ബുധനാഴ്ചയായിരുന്നു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ റിയാദിലോട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ പേപ്പർ എല്ലാം ശരിയായി, നീ റിയാദിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്തൊക്കെ ഈ 2007 ഇവിടെ വീക്കെൻഡ് എന്ന് പറയുന്ന വ്യാഴവും വെള്ളിയാണ്. അപ്പൊ എന്നെ വിളിച്ച് പറയുന്ന ബുധനാഴ്ചയാണ്. അപ്പൊ എന്നോട് പറഞ്ഞത് ശനിയാഴ്ച പോയി ജോയിൻ ചെയ്യണമെന്നാണ്. അപ്പൊ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ ദൈവമേ എന്തോ ചെയ്യും, ഇനി ട്രാൻസ്ഫർ നടക്കത്തില്ല. അങ്ങനെ ആ പേപ്പർ അവിടെ ക്യാൻസലാക്കി, അതിൻ്റെ പേപ്പറിൽ എഴുതിയതാ. അതുകൊണ്ട് ഹസ്ബൻഡ് ഇങ്ങോട്ട് അബേലോട്ട് വന്നു, കുഞ്ഞുങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ഇവിടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് അങ്ങനെ ഇവിടെ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനെ വരുന്നത്. ദൈവമേ ഇനി എന്തോ ചെയ്യും, ഇനി ഈ ട്രാൻസ്ഫർ എങ്ങനെ ക്യാൻസൽ ചെയ്യും? ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഭാരപ്പെട്ടു, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു നിമിഷമായിരുന്നു. എന്നാൽ ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അരാമക്സ് എന്ന് പറയുന്ന ഒരു കൊറിയർ കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു ഓർഡർ വന്നു ഒരു സൗദിക്ക്. ആ പുള്ളിക്കാരനെ വിളിച്ചു, പുള്ളിക്കാരനെ ഓഫീസിൽ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചേര്, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും വിളിക്കും, അതുപോലെ ഞാൻ MOHല്ല ജോലി ചെയ്യുന്നത്, ബ്രദറിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഈ കാര്യം ഞങ്ങളുടെ ഓർമ്മയിൽ വന്നു. അന്നേരം തന്നെ ഹസ്ബൻഡ് ആ പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു, എനിവേ വ്യാഴവും വെള്ളി ഇവിടെ അവധിയാണല്ലോ, ശനിയാഴ്ച സിസിനോട് പറ MOHന്റെ ഓഫീസിൽ വരാൻ പറഞ്ഞു. അങ്ങനെ MOHന്റെ ഓഫീസിൽ വന്നു. ആദ്യം ചെന്നു, ഞാനും കുഞ്ഞുങ്ങളുമായിട്ടാണ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന മനുഷ്യർ പറഞ്ഞു, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് റിയാദിൽ നിന്നുള്ള ഓർഡറാണ്, അതുകൊണ്ട് റിയാദിൽ പോയി ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പം കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. ദൈവമേ ഞാൻ എന്തോ ചെയ്യും? ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവർ നോ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഈ കരയുന്ന കണ്ടുകൊണ്ട് ഈ സൗദിക്ക് ഒരു മനസ്സിൽ തോന്നിയിട്ട് പുള്ളിക്കാരനെ ആ ഓഫീസിന്റെ വലിയ ആളുമായിട്ട് പോയി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം പുള്ളിക്കാരനും ഈ പേപ്പർ കണ്ടപ്പം ഇങ്ങനെ പറഞ്ഞത്, റിയാദിൽ പോയി ജോയിൻ ചെയ്തേ പറ്റത്തുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞപ്പം ആ വലിയ ആള് പറഞ്ഞു, ഇതുപോലെ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്ത്യൻ സിസ്റ്റർ ഇവിടെ വന്നായിരുന്നു, പുള്ളിക്കാരത്തേക്ക് റിയാദിലോട്ട് പോകണമായിരുന്നു. അപ്പം അതിന്റെ പേപ്പർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു, മ്യൂച്വൽ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ ആ സിസ്റ്റർ പേപ്പർ ഇവിടെ ഉണ്ട്, പുള്ളിക്കാരത്തി ഒന്ന് വിളിച്ച് നോക്ക്, പുള്ളിക്കാരത്തി വില്ലിങ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ വന്ന സൗദി തന്നെ ആ സിസ്റ്ററിനെ വിളിച്ചു, പുള്ളിക്കാരത്തി വില്ലിങ് ആയിരുന്നു. അങ്ങനെ എൻ്റെ പേപ്പർ, അതായത് എൻ്റെ റിയാദിലോട്ടുള്ള പേപ്പർ ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് പകരമായിട്ട് ആ സിസ്റ്ററിനെ അവിടോട്ട് വിടുവാൻ്റെ കൊല്ലം കർത്താവ് സഹായിച്ചു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. കാരണം
എങ്ങനെയായിത്തീരും, എന്തായിത്തീരും, എങ്ങനെ ഈ വിഷയത്തിന് ഒരു മറുപടി കിട്ടുമെന്ന് ഞങ്ങൾ വിഷമിച്ചു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി, ആ തക്ക സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ ജീവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. ഈ ഒരു സംഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ദൈവം ഞങ്ങളെ ഈ ദേശത്താക്കി ദൈവത്തിന്റെ ഉദ്ദേശം ഞങ്ങളെ ഈ ദേശത്തായി തീരാനാണ്. അത് തന്നെയുമല്ല, ഞങ്ങൾ ഒത്തിരി ഉപവസിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്ത വിഷയമായിരുന്നു ഞങ്ങൾക്ക് റിയാദിലോട്ട് ഒരു ട്രാൻസ്ഫർ. അപ്പൊ കർത്താവിന്റെ ഉദ്ദേശം ഞങ്ങൾ അബയുടെ പ്രദേശത്തായിരിക്കണം. പക്ഷെ നമ്മൾ ഉപവസിച്ചതിനും പ്രാർത്ഥിച്ചതിനും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് നമ്മളെ ജീവിതത്തിൽ ഒന്ന് പഠിപ്പിക്കണം. അതിനുവേണ്ടിയായി ഒരിക്കലും നടക്കത്തില്ല. ഒരു മ്യൂച്വൽ ഇല്ലാതെ ഒരിക്കലും ഒരു ട്രാൻസ്ഫർ നടക്കത്തില്ല. എന്നാൽ ആ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. ദൈവം ആ തക്ക സമയത്ത് ആ സൗദിയുടെ രൂപത്തിൽ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ട്രാൻസ്ഫർ ക്യാൻസൽ ആകുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. എന്നാലും പിന്നെയും 2 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഒരു പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് ഒരു സാധനം വന്നു, വേറൊരു ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഹസ്ബൻഡ് അവരെ വിളിച്ചോണ്ടേ ഒരു സാധനം, എന്തോ ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയാ. അപ്പം വണ്ടി ആ ഹോസ്പിറ്റലിന്റെ താഴെ പാർക്ക് ചെയ്തിട്ട് 2nd ഫ്ലോറിൽ പോയി സാധനം കൊടുത്ത് തിരിച്ചു വന്ന ഉടനെ വണ്ടി കാണാനില്ല. അവിടെ എല്ലാം നോക്കി, വണ്ടി കാണുന്നില്ല. പെട്ടെന്ന് അവരെ കമ്പനിയിൽ ഇൻഫോം ചെയ്തു. കാരണം ആ വണ്ടിക്കകത്താണെങ്കിലും ലക്ഷക്കണക്കിന് റിയാലിന്റെ വില വരുന്ന സാധനമാണ്. അപ്പൊ ആ കമ്പനിക്കാരും വന്ന് നോക്കി, കാണുന്നില്ല. പെട്ടെന്ന് അവർ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസും വന്ന് അവിടെ എല്ലാം നോക്കി, പക്ഷെ വണ്ടി കാണുന്നില്ല. എന്തു ചെയ്യും? ഇങ്ങനെ ഭാരപ്പെട്ടു. പിന്നെ അവസാനം വൈകിട്ടായപ്പം കമ്പനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ വണ്ടി ആരും ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി വണ്ടി, പക്ഷേ വണ്ടിയിലുള്ള സാധനങ്ങളെല്ലാം മോഷണം പോയെന്ന് പറഞ്ഞു. അപ്പം ഇനി എന്തോ ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ പിറ്റേ ദിവസം ഇത് നടക്കുന്ന ഒരു തിങ്കളാഴ്ച, പിറ്റേ ദിവസം ചൊവ്വാഴ്ച അന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകിട്ട് വീട്ടിൽ വന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ ബുധനാഴ്ച ആയപ്പം രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിയാകുമ്പം ഹസ്ബൻഡ് വീട്ടിൽ വരും കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ. എന്നാൽ ആ ദിവസം 2 മണിയായിട്ടും ഹസ്ബൻഡ് വന്നില്ല. പെട്ടെന്ന് ഞാൻ വിളിച്ചോണ്ട് ഫോൺ സ്വിച്ച് ഓഫാ. അപ്പൊ ഞാൻ പിന്നെ കുറേ ട്രൈ ചെയ്തിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ അവരുടെ കമ്പനിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, രാവിലെ ഇവിടുന്ന് സാധനങ്ങളുമായിട്ട് പോയതാ, ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന്റെ കൂട്ടുകാരെ വിളിച്ചു, അവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ കടന്നു പോകുന്ന ചർച്ചിലെ ദേവദാസിനെ വിളിച്ചു, അവർക്കും അറിയത്തില്ല. അപ്പൊ എല്ലാരെയും, ഹസ്ബൻഡിന്റെ ചേട്ടന്മാര് റിയാദിലുണ്ട്, അവരോട് വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ അവരെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പം പിന്നെ എന്തു ചെയ്യും, എവിടെയായി ഒന്നും അറിയത്തില്ല. ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു ആളെവിടെയാണെന്ന് അറിയാൻ വേണ്ടി. കമ്പനിയിൽ നിന്നുള്ള അവരാണെങ്കിലും ട്രൈ ചെയ്തു, ഞങ്ങളുടെ ചർച്ചിലെ സഹോദരന്മാരെ ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷെ എവിടെ ഒരു വിവരവും ഇല്ല. അങ്ങനെ ഒരു വൈകിട്ട് ഒരു 6 മണിയായി. 6 മണി വരെയൊക്കെ ഞാൻ പിടിച്ചു നിന്നു. അപ്പൊ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഉണ്ട്. മൂത്ത മോക്ക് അന്ന് 7 വയസ്സേ ഉള്ളൂ, മറ്റേ മോക്ക് 3 വയസ്സ്. അപ്പം ഞാൻ കരയുന്ന കാണുമ്പം കുഞ്ഞുങ്ങളും എന്നോടൊപ്പം കരയുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ 6 മണി വരെ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ മാനസികമായി നോക്കുമ്പോൾ എവിടെ പോയി, എങ്ങനെയാ, ഒരു വിവരവും അറിയുന്നില്ല. ആളിനെ പറ്റി എന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ? ഞാൻ അത്രയും നേരം പിടിച്ചു നിന്ന എനിക്ക് പിന്നെ പറ്റത്തില്ല. ഞാൻ ആ ബെഡ്റൂമിലോട്ട് ഇങ്ങനെ കമന്ന് കിടന്ന് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഈ ദേശത്ത് ആരുമില്ല, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല. ദൈവം ഒന്നൊരു വഴി കാണിച്ചു തരണം. എവിടെയാ ഹസ്ബൻഡ്, എവിടെയാണെന്നുള്ളൊരു വിവരം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ കിടന്ന് സത്യം പറഞ്ഞാൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞൊരു 6:30 ആയപ്പം ഹസ്ബൻഡ് ആരുടെയോ മൊബൈലിൽ കൂടെ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ജയിലിലാ, അന്നത്തെ സാധനങ്ങളൊക്കെ മോഷണം പോയതിന്റെ പേര് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി എന്നെ ജയിലിലിട്ടിരിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് കമ്പനി വിളിക്കുക, മാനേജറിനെ വിളിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ മാനേജറിനെ വിളിച്ച് പറഞ്ഞു. പക്ഷെ മാനേജറിനോട് വന്നപ്പോൾ മാനേജർ പറയുന്ന അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ചിലപ്പോൾ റിയാദിൽ നിന്നുള്ള ഓർഡർ ആയിരിക്കും. ഈ മോഷണം അതിന്റെ പേരിൽ അവർ ജയിലിൽ ഇട്ടിരിക്കുക. ഇൻ കേസ് നിരപരാധിയാണെന്ന് അറിയുവാണെങ്കിൽ വെളിയിൽ വിടും, അതുവരെയും അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഹസ്ബൻഡിന്റെ സഹോദരങ്ങളാണെങ്കിലും അവരും ആ രീതിയിലും പല രീതിയിലും അന്വേഷിച്ചു പുറത്തിറക്കാൻ. ഞങ്ങളുടെ ചർച്ചിലുള്ള ദേവദാസനും സഹോദരന്മാരും ഒക്കെ പരിശ്രമിച്ചു. പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വ്യാഴവും വെള്ളി അവധി. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിലും ശനിയാഴ്ച ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചു കഴിഞ്ഞ്
പിറ്റേ ദിവസമായപ്പം അന്ന് വ്യാഴാഴ്ച ഇതുപോലെ ആ ജയിലിലെ വലിയ ആൾ എന്തോ ആവശ്യത്തിന് വേണ്ടി ആ ജയിലിൽ വന്നു. പുള്ളിക്കാരൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് പേപ്പർ എടുത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി നിരപരാധിയാണെന്ന്. കാരണം ദൈവത്തിനും അറിയാം ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന്. അപ്പോൾ ദൈവം ആ മനുഷ്യൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. അങ്ങനെ ആ ദിവസം ആ വ്യാഴാഴ്ച തന്നെ വെളിയിലിറങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. മനുഷ്യമായി നോക്കുമ്പോൾ അസാധ്യമാണ്. കാരണം ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ ശനിയാഴ്ചയെ പറ്റത്തുള്ളൂ. പക്ഷേ ഇൻ കേസ് ശനിയാഴ്ച ഇറങ്ങുവാണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനും കമ്പനിയിൽ നിന്ന് ഇടപെട്ടു, അല്ലെങ്കിൽ ഈ സഹോദരന്മാരൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും റെക്കമെൻഡേഷൻ മുഖാന്തരം ഇറങ്ങിയാന്ന് നമ്മൾ വിചാരിച്ചതിനും. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ദൈവം തന്നെ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയത്ത് ദൈവം തന്നെ അങ്ങനെ പ്രവർത്തിക്കും. അങ്ങനെ വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ഈ 2 സംഭവം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമ്മളെ കർത്താവ് ഈ ദേശത്ത് കൊണ്ടുവന്നത് നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെ പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന് നമ്മളെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. അപ്പം ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു അത്രയും കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, കർത്താവിനോട് കൂടുതൽ അടുക്കണം. ഇങ്ങനെയൊക്കെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ 2011 മാർച്ച് മാസത്തിൽ ഞങ്ങളെ അബയുടെ പ്രദേശത്ത് ഒരു ചർച്ച് തുടങ്ങുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. മനുഷ്യമായി നോക്കുമ്പോൾ ഹസ്ബൻഡ് ബൈബിൾ കോളേജിലൊന്നും പഠിച്ച ആളല്ല, പെന്തിക്കോസ്ത് പാരമ്പര്യമൊന്നുമില്ല. എന്നാലും ദൈവം കൊടുത്ത കൃപയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ വേല വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അത് ഹസ്ബൻഡ് കമ്പനി എന്ന് പറയുന്നത് നല്ല തിരക്കുള്ള ജോലിയാണ്. എന്നാൽ ആ തിരക്കുകളൊന്നും വകവെക്കാതെ വ്യാഴാഴ്ച വൈകിട്ടാണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ഈ ക്യാമ്പുകളിലൊക്കെ പോയി സഹോദരന്മാരെ പ്രേയറിന് കൊണ്ടുവരാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഉത്സാഹത്തോടെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി സഭ ആത്മീയമായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി സഹോദരന്മാര് കടന്നു വന്നു, കുടുംബങ്ങൾ കടന്നു വന്നു. ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ കൽപ്പനകളെയൊക്കെ അനുസരിപ്പാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് 2019 ഏപ്രിൽ മാസം ആയപ്പം ഒരു ദിവസം ഹസ്ബൻഡ് ഇതുപോലെ ജോലിക്ക് കടന്നുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിന് എന്തോ ഒരു അസ്വസ്ഥത പോലെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ണ് ഇച്ചിരി ചുമന്ന് കിടക്കുന്നു. അതുപോലെ കണ്ണിന്റെ ഈ ഭാഗത്തായിട്ട് കുറച്ച് നീരൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കെന്നാൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഒരു കണ്ണിന്റെ ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ നോക്കി, ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസം ആയപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല, ഡബിൾ വിഷൻ ആന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കുന്ന ഉടനെ എനിക്കും മനസ്സിലായി, കണ്ണ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉന്തി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടർ നോക്കിയിട്ട് MRI ചെയ്തു. MRI ചെയ്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഈ കണ്ണിന്റെ പുറവശത്തായിട്ട് ട്യൂമർ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ 2019 ആ സമയം 19 അപ്പൊ നമ്മൾ ട്യൂമർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അങ്ങ് പേടിച്ചു പോയി. ദൈവമേ എന്തോ ചെയ്യും. ഞാനാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഈ നാട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു, സഹോദരന്മാരോടൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഇവിടെ കാണിക്കണ്ട, നാട്ടിൽ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിന്റെ കമ്പനിയിലും എൻ്റെ ഹോസ്പിറ്റലിലും ഞങ്ങൾ ലീവ് എടുത്ത് ഞങ്ങൾ നാട്ടിൽ പോയി CMC വെല്ലൂർ കൊണ്ട് കാണിച്ചു. അവിടെ ന്യൂറോളജിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്ത് കഴിഞ്ഞപ്പം അതിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, ട്യൂമർ അല്ല, നമ്മുടെ കണ്ണിന്റെ പുറകിലുള്ള ആർട്ടറിയും വെയിനും തമ്മിൽ ജോയിന്റ് ആയിട്ട് ഒരു ഫിസ്റ്റുള ഫോം ചെയ്തേക്കുക. അപ്പൊ ആ ഫിസ്റ്റുളയ്ക്കകത്തുനിന്ന് ഈ രണ്ട് ബ്ലഡ് വെസൽസിൽ നിന്നുള്ള ബ്ലഡ് ഇങ്ങനെ വരുന്ന കാണും, ഫോഴ്സ്ഫുള്ളി വരുന്ന കാണും. ആ കണ്ണിങ്ങനെ ഫ്രണ്ടിലോട്ട് ഉന്തി നിൽക്കുന്നതും ഇങ്ങനെ ചുമന്നിരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ന്യൂറോ സർജനെ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ന്യൂറോ സർജനെ റെഫർ ചെയ്തു. ഈ MRI റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു, സെറിബ്രൽ ആൻജിയോഗ്രാം. അങ്ങനെ സെറിബ്രൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് പറഞ്ഞു ഫിസ്റ്റുള തന്നെയാണ്. അപ്പൊ അതിനുള്ള സർജറി എന്ന് പറയുന്ന ഒരു കീ ഹോൾ സർജറിയാണ്. അപ്പൊ അതിന് എന്നോട് ചോദിച്ചു വില്ലിങ് ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വില്ലിങ് ആണെന്ന് പറഞ്ഞു. എന്നാലും ഡോക്ടർ ഈ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, പക്ഷെ ചില കേസുകളിൽ ഇങ്ങനെ കാത്തറ്റർ ഇടുന്ന ഉടനെ ഈ ബ്ലഡ് വെസൽസ് പൊട്ടി ബ്ലീഡിങ് ഉണ്ടാകും, അന്നേരം പിന്നെ ക്രേനിയോട്ടമി ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇത്രയും ദിവസം കുഴപ്പമില്ല, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസം ഞാൻ ബലപ്പെട്ടൊക്കെ ഇരുന്നു. പക്ഷെ ഇത് കേട്ടപ്പം
എൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം. കാരണം ഞാനെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരാളാണ്. എനിക്കങ്ങനെ പുറത്തോട്ട് പോകാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ പല കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പുറത്തോട്ട് പോകും. പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വഴിയൊന്നും അത്ര തിട്ടം കിട്ടത്തില്ല എനിക്ക്. കാരണം നമുക്കറിയാത്ത ഒരു സ്ഥലം. അപ്പം ഞാൻ ഇത്രയും നേരം ബലപ്പെട്ടിരുന്നു. പക്ഷെ ഈ കാര്യം കേട്ടപ്പം എനിക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമം. ഞാൻ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമാണ്. കാരണം ഇൻ കേസ് സർജറിയുടെ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെങ്കിൽ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് അടുത്ത് വന്ന്. അപ്പോൾ ഹസ്ബൻഡ് ഞങ്ങളുടെ ചർച്ചിലുള്ള 2 സഹോദരന്മാർ നാട്ടിലുണ്ടായിരുന്നു. ഒരു സഹോദരന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. ഒരു സഹോദരന് പറഞ്ഞത് ഞങ്ങളുടെ ഇപ്പോഴത്തെ ദേവദാസനാ. അപ്പോൾ അവരെ 2 പേരെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സർജറിയാന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവർ 2 പേരും പറഞ്ഞു, എന്നോട് പറഞ്ഞു, അമ്മാമ്മ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, ആ സർജറിയുടെ തലേ ദിവസം ആകുമ്പോൾ ഞങ്ങൾ അവിടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ എനിക്കാണെങ്കിൽ ഒത്തിരി ഒരു മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം. ഞാൻ പ്രാർത്ഥിച്ചത് ഒരാളെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ആശ്വാസമാവുമെന്ന് ഞാൻ വിചാരിച്ച സ്ഥാനത്ത് 2 പേരെ ദൈവം അതിനുവേണ്ടി ഒരുക്കി. അതും അവർ ഒരാളാണെങ്കിൽ 30 ദിവസത്തെ വെക്കേഷന് വന്നതാ. അതിൽ ഒരു 4-5 ദിവസമെങ്കിലും ഇതിനു വേണ്ടി പോകും. പക്ഷെ ആ ഒരു നല്ല മനസ്സ് കാണിക്കുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. അങ്ങനെ സർജറിയുടെ തലേദിവസം അവർ വന്നു. പിറ്റേ ദിവസം സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വൈകിട്ട് ഞാൻ ICU പോയി നോക്കുന്ന സമയത്താണെങ്കിലും ഞാനും അത്ഭുതപ്പെട്ടു പോയി. കാരണം കണ്ണ് എല്ലാം നോർമലായി. അതായത് ചുമപ്പൊക്കെ മാറി, ഫ്രണ്ടിലോട്ട് ഉന്തി നിൽക്കുന്നതൊക്കെ മാറിയിട്ട് എല്ലാം നോർമലായി. പിന്നെ പിറ്റേ ദിവസം വാളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്ന് സഹോദരന്മാർ തിരിച്ച് നാട്ടിൽ പോയി. ഡോക്ടർ പറഞ്ഞു 5 ദിവസം കൂടെ അവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് 5 ദിവസം കൂടെ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആവുന്ന സമയത്തും ഡോക്ടറോട് ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, വലിയ വെയിറ്റ് ഒന്നും എടുക്കരുത്, പിന്നെ 6 മാസം കൂടെ കഴിയുമ്പോൾ ഒരു ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിലെത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് സൗദിക്ക് പോയി. ഞാൻ 1 മാസം കൂടെ അവിടെ നിന്നു. കാരണം എൻ്റെ മൂത്ത മോള് +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പം മോൾക്ക് പൂനെയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ മോളെ ഞാൻ പൂനെയിൽ കൊണ്ടാക്കി. 2ാമത്തെ മോള് 10ാം ക്ലാസ്സിലായിരുന്നു. അവളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യം ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. പിന്നെ ഞങ്ങൾ 3rd ഫ്ലോറിലാണ് താമസിക്കുന്നത്. പക്ഷെ വെയിറ്റൊക്കെ വെള്ളവും ഗ്യാസും ഒക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിലും സഹായത്തിന് എല്ലാ സഹോദരന്മാരും ഉണ്ട്. ഒരു സ്വന്തം സഹോദരങ്ങൾ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ചർച്ചിലെ സഹോദരന്മാരെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു. എന്നാൽ 2019 സെപ്റ്റംബർ 5-ാം തീയതി അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. ഹസ്ബൻഡിന് വെളുപ്പിനെ 4 മണി തൊട്ട് 12 മണി വരെയാണ് ഡ്യൂട്ടി ഉച്ചയ്ക്ക്. അപ്പം എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഞങ്ങളുടെ അടുത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോയി നടന്നിട്ടാണ് വരുന്നത്. അന്നും ഇതുപോലെ ആ പാർക്കിൽ പോയി നടന്നു. ഒരു 1:45 ആയപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും ഫാസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ചായ ഇട്ട് കൊടുത്തു, ചായ കുടിച്ചു. ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു, ഞങ്ങൾ 2 പേരോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പോയി കിടന്നുറങ്ങി. ഞാൻ കിച്ചണിൽ അന്ന് വ്യാഴാഴ്ച പ്രാർത്ഥനയുണ്ട്. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ചു. പെട്ടെന്ന് ഞാൻ ബെഡ്റൂമിലോട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് തലയ്ക്ക് ഭയങ്കര വേദന, പിന്നെ ഭയങ്കര ഓക്കാനം വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഷുഗർ കുറഞ്ഞതായിരിക്കും എന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഓട്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുക്കാൻ ഞാനിങ്ങനെ ബെഡ്റൂമിലോട്ട് വന്നപ്പം ഞാൻ പോയപ്പം കണ്ട ആളല്ല. തിരിച്ചു വന്നപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥ. പെട്ടെന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ബ്രദർ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നുണ്ട്. ആ സഹോദരനെ വിളിച്ചു. അപ്പോൾ ആ സഹോദരൻ വിളിച്ച് ഞാൻ ഇതുപോലെ പറഞ്ഞു, ഹസ്ബൻഡിന് വയ്യ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഹസ്ബൻഡിനെ ആ ഫ്രണ്ട് റൂമിലോട്ട് കൊണ്ടുവന്ന് കസാരയിലോട്ട് ഇരുത്തുമ്പോൾ എനിക്ക് തോന്നി കസാരയിൽ ഇരിക്കാൻ പറ്റത്തില്ല, താഴെ വീഴുന്ന പോലത്തെ ഒരു അവസ്ഥ. ഞാൻ പെട്ടെന്ന് എന്തോ ചെയ്യുന്നു, കസാര മാറ്റിയിട്ട് ഞാൻ താഴെ ഇരുത്തി കഴിയുമ്പോൾ നമ്മൾ നേഴ്സിംഗ് ഫീൽഡിലായതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പോലെ അവസ്ഥ. എനിക്കറിയത്തില്ല എന്തോ ചെയ്യണം, ഒന്നും അറിയാത്ത ഒരവസ്ഥ. ഞാൻ പെട്ടെന്ന് വിളിച്ചു പോയി കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. ഞങ്ങൾ താമസിക്കുന്ന ആ 3rd ഫ്ലോറിൽ 3 ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, യമനികളും ഈജിപ്ഷ്യനും. അപ്പോൾ അവരുടെ എല്ലാം കതവിൻ്റെ വാതിൽക്കൽ പോയി മുട്ടി നോക്കിയിട്ടൊന്നും ആരും കതവ് തുറന്നില്ല. അതിൻ്റെയും താഴെ പോയി നോക്കി, ആരെയും കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ റോഡിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ വണ്ടിയും കൊണ്ട് പോകുന്നു. അവരോടൊരു ഹെൽപ്പ് ചോദിച്ചു. പക്ഷേ പുള്ളിക്കാരൻ മൈൻഡ് ചെയ്തില്ല, അങ്ങ് പോയി. ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ച് സ്റ്റെപ്പ് കയറി മേളിൽ വന്നു. റൂമിൽ വന്ന ഉടനെ ഞാൻ
ഞാൻ ആദ്യം കാണുന്നതിനെക്കാട്ടി കണ്ടീഷൻ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയി. ഞാൻ അവിടെ നിന്ന് പിന്നെയും വിളിച്ചു പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം മറ്റേ സഹോദരനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വഴിയിലായതേ ഉള്ളെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പിന്നെയും വെളിയിൽ ഇറങ്ങി. അപ്പുറത്തെ റൂമിൽ ഒരു യമനി ഉണ്ടായിരുന്നു. ആ യമനിയുടെ റൂമിൽ പോയി കതവ് കൊട്ടി. പെട്ടെന്ന് പുള്ളിക്കാരൻ കതവ് തുറന്നു വന്നു. അപ്പൊ ഹസ്ബൻഡിനെ അറിയാവുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഹസ്ബൻഡിന് വയ്യ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നു. അപ്പോഴത്തേക്കിന് മറ്റേ ഞങ്ങളുടെ ചർച്ചിലുള്ള ബ്രദറും വന്നു. ഞങ്ങൾ 3 പേരും കൂടെ, ഞങ്ങൾക്കറിയത്തില്ല, എനിക്കിപ്പോൾ അറിയത്തില്ല ഞങ്ങൾ എങ്ങനെ എടുത്തുകൊണ്ട് താഴോട്ട് വന്നെന്ന്. താഴെ വന്നു, വണ്ടിയെ കയറ്റുന്ന സമയത്താണെങ്കിലും ബോധമൊക്കെ ഉണ്ട്. എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ബോധമൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അവിടെ വന്ന്, കാഷ്വാലിറ്റിയുടെ അവിടെ വന്ന് വീൽ ചെയറിലോട്ട് ഇങ്ങനെ കയറ്റുന്നുണ്ടെ എനിക്ക് തോന്നി ലെഫ്റ്റ് സൈഡ് കൈയും കാലിലും പാരലൈസ് ആയിട്ട് എനിക്ക് തോന്നി. പെട്ടെന്ന് കാഷ്വാലിറ്റി കയറ്റി. ഡോക്ടർമാർ വന്ന് കണ്ടു. അപ്പൊ ഡോക്ടർ എന്നോട് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു. അപ്പം നേരത്തെ ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞ്, അപ്പൊ അതിനു മുമ്പ് ഈ സർജറി, വലിയൊരു സർജറി ചെയ്തായിരുന്നു. ഒരു കീ ഹോൾ സർജറിയാ. അത് ഞാൻ പറയാൻ മറന്നുപോയി. കീ ഹോൾ സർജറി എന്ന് വെച്ചാല് ഈ നമ്മുടെ 2 തൊടയിൽ കൂടെയും ആദ്യം അവർ ട്രൈ ചെയ്തു കാത്തറ്റർ ഇടാൻ, പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴുത്തിന്റെ 2 ആർട്ടറി കൂടെയും ട്രൈ ചെയ്തു. അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാ ഈ കോയിലിട്ടത്. അങ്ങനെ കോയിലിട്ടു. അപ്പം അത് കോയിലിട്ട് സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഇതുപോലെ 15% 85% അടഞ്ഞിട്ടുള്ളൂ, ബാക്കി 15% തന്നെത്താനെ അടയുമെന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സിസ്റ്റർ സൗദിയിലേക്ക് പ്രൈസ് ലോഡ്. പോയത്. അപ്പൊ ഇതുവഴി ഇങ്ങനെ ഇട്ടിട്ട് തലയിൽ ഇവിടെ ഇതല്ലേ ശരിയാക്കുന്നേ, ആർട്ടറിയും വെയിനും കൂടെ. അതെ ആ അതെ ആ അതെ അതെ. ആ ഇവിടോട്ട് കോയിലിടും. ഒരു കോ പ്ലാറ്റിനം കോയിലായിരുന്നു ആ ഇടുന്നത്. ആ ആ അങ്ങനെ കോയിലിട്ട് ആ കുഴപ്പമില്ല, സർജറി എല്ലാം നല്ല സക്സസ് ആയിട്ട് തീർന്നു. അങ്ങനെ ഞാൻ സൗദിയിലേക്ക് കൊണ്ടുവന്നു. ഉം. അപ്പൊ ഇങ്ങനെ 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 കാഷ്വാലിറ്റിയോട്ട് കയറ്റി കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു CT ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ CT ചെയ്തു. CT ചെയ്തപ്പോൾ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് സെറിബ്രൽ ഹെമറേജ്, അതായത് നമ്മുടെ ഞരമ്പ് പൊട്ടി ഹെമറേജ് ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പിന്നെ അവർ തിരിച്ച് കാഷ്വാലിറ്റിയോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ നോക്കുന്നുണ്ടെ പൾസ് കുറയുന്നു, BP കുറയുന്നു. പെട്ടെന്ന് അവർ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെന്റിലേറ്റർ ഇട്ടു. അപ്പോഴത്തേന് അൺകോൺഷ്യസ് ആയി. അപ്പോഴത്തേക്കിന് അവർ തന്നെ ന്യൂറോ സർജനെ വിളിച്ചു. ന്യൂറോ സർജൻ വന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ ഒരു CT ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒന്നുകൂടെ CT ചെയ്തോണ്ടേ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ ആ CTയുടെ റിപ്പോർട്ടിനെക്കാട്ടിലും വേഴ്സ് ആയ റിപ്പോർട്ട്. കാരണം ആദ്യത്തേനെക്കാട്ടിലും ബ്ലീഡിങ് കൂടി ബ്രെയിനിലോട്ട് ഇങ്ങനെ പടർന്നു. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ പിന്നെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ സർജറി ചെയ്യണമെങ്കിലും ഹൈ റിസ്ക് കൺസേൺ വേണം. അപ്പോൾ എൻ്റെ കൺസേൺ വേണം. അപ്പൊ എന്നോട് പറഞ്ഞു സൈൻ ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം വില്ലിങ് അല്ലായിരുന്നു. കാരണം ഞാൻ നോക്കുമ്പോൾ 1.25 വരെ എന്നോട് ഒരു കുഴപ്പമില്ലാതെ സംസാരിച്ച ഒരാളെ ഇപ്പൊ നോക്കുമ്പം അൺകോൺഷ്യസ് ആയി, വെന്റിലേറ്ററിലായി. അത് കഴിഞ്ഞ് ഇപ്പൊ ക്രേനിയോട്ടമിയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഞാനത് ഒരിക്കലും സമ്മതിച്ചില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു, ഏതായാലും ഇത്രയും സീരിയസ് അല്ലയോ, ക്രിട്ടിക്കൽ സ്റ്റേജാ, മമ്മ എന്തായാലും ഇങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സൈൻ ചെയ്ത സമയത്ത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, അങ്ങ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവാണ്, ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഷായിച്ചാനെ തരുന്നു എന്ന് പറഞ്ഞ് ഞാൻ സൈൻ ചെയ്തു. അങ്ങനെ സർജറി ചെയ്ത് ഹസ്ബൻഡിനെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 5% പോലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ബ്ലീഡിങ് ആയിരുന്നു. എന്തെങ്കിലും പറയണമെങ്കിലും 48 മണിക്കൂർ കഴിയാതെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഈ സർജറിയുടെ സമയത്താണെങ്കിലും ഞങ്ങളുടെ ചർച്ചിലുള്ള സഹോദരന്മാരെല്ലാം ഹോസ്പിറ്റലിലുണ്ട്. പിന്നെ അപ്പോഴത്തേക്കിന് റിയാദിയിലുള്ള സഹോദരങ്ങള് അവര് വന്നു, റബയിലേക്കിട്ട് വന്നു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ഹസ്ബൻഡ് ICUലാണല്ലോ. അപ്പം ഞങ്ങള് വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അന്ന് ഒരു വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് 2:30 ആയപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്റർ ICUയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ സിസ്റ്റർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഫാസ്റ്റിന്റെ റൈറ്റ് കൈയും കാലും ചെറുതായിട്ടൊന്ന് അനക്കിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാവിലെ എന്നും പോവും, തിരിച്ചു വരും, വൈകിട്ടും പോവും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഞായറാഴ്ച വൈകിട്ട് പോയി നോക്കിയപ്പം റൈറ്റ് സൈഡ് കൈയും കാലും നല്ല പോലെ അനക്കാൻ തുടങ്ങുന്നുണ്ട്. പിന്നുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ഹസ്ബൻഡിന്റെ ജീവിതത്തില് ഒരു സ്പീഡി റിക്കവറി ആയിരുന്നു. പിറ്റേ ദിവസം നോക്കിയപ്പം ചെറുതായിട്ട് ബോധമൊക്കെ വന്നു തുടങ്ങി.
പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് അവർ മാറ്റി. പിറ്റേ ദിവസമായപ്പം വെള്ളം കുടിക്കാൻ തുടങ്ങി, കണ്ണ് തുറന്ന് സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഒരു ഒരു സ്പീഡി റിക്കവറി ആയിരുന്നു. അപ്പോഴത്തേക്കിന് ഒത്തിരി ദൈവമക്കള്, ദേവദാസന്മാര് പല ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് ഷൈജാന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, സെപ്റ്റംബർ 16 അതായത് ബ്ലീഡിങ് ഉണ്ടാവുന്ന സെപ്റ്റംബർ 5 സെപ്റ്റംബർ 16 ICU നിന്ന് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ലെഫ്റ്റ് സൈഡ് പാരലൈസാ. ഞാൻ കാണുമ്പോൾ അറിയാം. അപ്പം സഹോദരങ്ങൾക്കാണെങ്കിലും ചർച്ചിലെ സഹോദരന്മാരൊക്കെ ആണെങ്കിലും വന്ന് കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടം. കാരണം ഇത്രയും ഓടി നടന്ന ഒരാൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പം എല്ലാവർക്കും സങ്കടം. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ആശ്വാസം, പാരലൈസ് ആയാലും പോയില്ല, സാരമില്ല, കർത്താവ് എനിക്ക് ജീവനോടെ തന്നല്ലോ, ആ ഒരു ആശ്വാസമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പൊ ഡോക്ടേഴ്സൊക്കെ റൗണ്ട്സിന് വന്ന് ഡോക്ടർ പറഞ്ഞു ഇതുപോലെ ദിവസം ഫിസിയോതെറാപ്പി ചെയ്യണം, 2 നേരം രാവിലെയും വൈകിട്ടും ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ICUന്ന് വെളിയിലോട്ട് ഇറക്കി ആദ്യത്തെ 2 ദിവസം ഒരു ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു. പിന്നെ നമ്മളൊരു നോൺ സൗദി ആണല്ലോ, അപ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരന്മാരും ഞങ്ങളുടെ ഹസ്ബൻഡ് സഹോദരന്മാരും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങള് എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ അനക്കി എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കും. അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ 20 ആയപ്പോൾ ഞങ്ങള് പെതുക്കെ ഒന്ന് കട്ടിലിലോട്ട് ഇരുത്താൻ ട്രൈ ചെയ്തപ്പോൾ ഇരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം ആയപ്പോൾ ഒന്ന് പെതുക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടത്തിപ്പിക്കാൻ നോക്കിയപ്പം ആദ്യം ലെഫ്റ്റ് കാല് ഇങ്ങനെ വലിച്ചു നടന്നു. പിറ്റേ ദിവസം ആയപ്പം ഒരു സപ്പോർട്ടും ഒന്നുമില്ലാതെ ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയാ നടക്കുന്നത് അതേപോലെ തന്നെ നോർമലായിട്ട് നടന്ന് ബാത്റൂമിൽ പോവാൻ കർത്താവ് സഹായിച്ചു. അപ്പൊ ഇടത്ത് കൈ ഓൾറെഡി ഒരു പാരലൈസാ. ഇപ്പൊ എപ്പോഴും ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്ത, അതായത് വലത്ത് കൈയുടെ ഒരു സപ്പോർട്ട് മൂലമാണ് ഇങ്ങനെ അനക്കമൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ നടന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഈ ലെഫ്റ്റ് സൈഡും കൈയും ഒരു കുഴപ്പമില്ലാതെ ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെ ചെയ്യുന്നു അതേപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ സെപ്റ്റംബർ 29 ഡിസ്ചാർജ് ആകുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ആ ഡിസ്ചാർജ് ആയത് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിലെ സ്റ്റെപ്പൊക്കെ ഒരു വീൽ ചെയറിന്റെ ഒന്നും സഹായമില്ലാതെ നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി വണ്ടിയിൽ കയറി അങ്ങനെ ഡിസ്ചാർജ് ആകുവാൻ കർത്താവ് സഹായിച്ചു. ഇത് കാണുന്ന ഡോക്ടേഴ്സിനാണെങ്കിലും നേഴ്സസിനാണെങ്കിലും ഞങ്ങൾ ഹസ്ബൻഡിനെ നേരത്തെ വന്ന് കണ്ടവർ പിന്നെ വന്ന് കാണുമ്പോഴും അവർക്കെല്ലാം ഭയങ്കര അത്ഭുതം. കാരണം 5% പോലും ഉറപ്പ് പറയാതിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ 25-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആകുവാൻ കർത്താവ് സഹായിച്ചു. എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ദൈവം വലിയൊരു അത്ഭുതം ആ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഈ ഡിസ്ചാർജ് ആവുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ്, അതായത് സെപ്റ്റംബർ 26 ഒരു ആൻജിയോഗ്രാം ചെയ്തായിരുന്നു. അപ്പൊ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തെ വന്നതുപോലെ ഒരു ഫിസ്റ്റുളയും കൂടെ തലയിൽ കണ്ണിന്റെ പുറവശത്തായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സർജറിയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്നാ സർജറി ഇവിടെ തന്നെ ചെയ്യാം. പിന്നെ ഡോക്ടർ ഇതുപോലെ കുറെ കോംപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ഇത്രത്തോളം അത്ഭുതം പ്രവർത്തിച്ചതാ. നമ്മൾക്ക് ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം വിടുവിച്ച് പിന്നെ ഇനി ഒരു റിസ്ക് എടുത്ത് ഇവിടെ ചെയ്യണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല. അങ്ങനെ ഹസ്ബൻഡ് കമ്പനി പറഞ്ഞു ജോലി റിസൈൻ ചെയ്തു. അങ്ങനെ നാട്ടിൽ വന്നു. ഒക്ടോബർ 21 ഞങ്ങൾ നാട്ടിൽ വരുന്നത്. പിറ്റേ ദിവസം ഒക്ടോബർ 22 തന്നെ വൈക്കത്തുള്ള ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവിടെ കൊണ്ട് കാണിച്ചു ഡോക്ടർ ഈ റിപ്പോർട്ടൊക്കെ കണ്ടു. റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ റിപ്പോർട്ട് നോക്കും, അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ നോക്കും, അത് കഴിഞ്ഞിട്ട് എന്നെ നോക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും ബ്ലീഡിങ് വന്ന ഒരാൾ ഇങ്ങനെ നോർമലായിട്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ്, ആ ഡോക്ടർക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർക്ക് റെഫർ ചെയ്തു. ഡോക്ടർ കണ്ടു. അപ്പം ഡോക്ടർ ഈ റിപ്പോർട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ആ റിപ്പോർട്ടിന്റെ അകത്ത് ഡോക്ടർ ഇങ്ങനെ എഴുതിയായിരുന്നു, അതായത് എവിടെയുള്ള ഹോസ്പിറ്റലാ സിസ്റ്റർ? ഈ വൈക്കത്ത്, അതും വൈക്കത്തുള്ളതാണോ? വൈക്കത്തുള്ള ഇൻഡോ അമേരിക്ക ആ ഹോസ്പിറ്റലിൽ, സെയിം ഹോസ്പിറ്റലിൽ തന്നെ, കോട്ടയം വൈക്കം ഇല്ലേ? കോട്ടയം വൈക്കുന്നത്. അവിടുത്തെ ആ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഈ റിപ്പോർട്ടൊക്കെ കണ്ടപ്പം അപ്പൊ ആ റിപ്പോർട്ടിന്റെ അകത്ത് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിന്റെ അകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ആൻജിയോഗ്രാം ചെയ്ത സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള ഹെപ്പാരിൻ കൊടുത്ത സമയത്ത് അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറഞ്ഞു.
കുറഞ്ഞത് കാരണം ഇനിയും ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഹെപ്പാരിൻ കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഹെപ്പാരിന് പകരമായിട്ട് വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യണം, അത് പുള്ളിക്കാരൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് പറഞ്ഞു എനിവേ ആ സമയം നവംബർ എന്ന് പറയുന്നത് ഈ ഇതിന്റെ ദീപാവലിയുടെ സമയമാണ്. ഈ ഡോക്ടറും ഒരു നോർത്ത് ഇന്ത്യൻ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറും വെക്കേഷനാണ്, അപ്പോൾ അതുകൊണ്ട് നവംബർ 2-ാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്യണം സർജറിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നവംബർ 2-ാം തീയതി വന്ന് അഡ്മിറ്റ് ചെയ്ത് അന്നൊരു ഉച്ചയായിട്ടും ഡോക്ടർ വന്നില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആക്ച്വലി ഇഞ്ചക്ഷൻ ഒക്കെ കിട്ടി, പക്ഷെ പുള്ളിക്കാരൻ ആ ഇഞ്ചക്ഷന് തൊലിപ്പുറത്തേ കൊടുത്തിട്ടുള്ളൂ, ഇതുവരെയും IV കൂടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രയും സീരിയസ് ആയിട്ട് വന്ന ഒരാള് ഇനി ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതിന് കാർഡിയാക്കിനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല. അതുകൊണ്ട് കാർഡിയാക്കും ന്യൂറോളജിയും കൂടെ ഉള്ള സ്പെഷ്യൽ നമ്മുടെ നാട്ടില് നല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കേട്ടപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ശ്രീചിത്രയിലൊക്കെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണല്ലോ. ഞങ്ങൾ എന്തായാലും ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം തന്നെ ഞാനും ഹസ്ബൻഡ് ചേട്ടന്റെ ഒരു മോളുണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെ ശ്രീചിത്രയിൽ പോയി അവിടെ ന്യൂറോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ന്യൂറോളജിസ്റ്റ് റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് ഇതുപോലെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന് വേണ്ടി റെഫർ ചെയ്തു. ആ ഡോക്ടറും കണ്ടു, ഡോക്ടർ റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് അപ്പൊ അവർക്കെല്ലാം ഭയങ്കര അത്ഭുതം ഹസ്ബൻഡ് ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ. ഡോക്ടർ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ആദ്യം നമുക്കൊരു MRI ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ സൗദിയിൽ കണ്ട റിപ്പോർട്ട് പോലല്ല, ഇപ്പം ആ ബ്ലീഡിങ്ങിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതല്ലാതെ ഫിസ്റ്റുലയൊന്നും കാണാനില്ല. അപ്പം അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഒരു സെർബ്രൽ ആൻജിയോഗ്രാം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെർബ്രൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ കൺഫേം ആയിട്ട് പറഞ്ഞു ഫിസ്റ്റുല ഇല്ല, ഇനിയും ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഈ ശ്രീചിത്രയിൽ പോയത്. ഇപ്പൊ MRI ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ണിന്റെ അപ്പോയിന്റ്മെന്റ് വേണം, അതുപോലെ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് വേണം. അപ്പൊ കണ്ണിന്റെ അപ്പോയിന്റ്മെന്റിന് ഫിറ്റ്നസിന് വേണ്ടി തിരുവനന്തപുരത്തുള്ള ചൈതന്യയിലോട്ട് റെഫർ ചെയ്തു. അവിടെ പോയി രാവിലെ മുതൽ ഉച്ച വരെ എല്ലാ ടെസ്റ്റും ചെയ്തു, എല്ലാ മെഷീനിൽ കൂടിയൊക്കെ കണ്ണെല്ലാം ചെക്ക് ചെയ്തു. മെയിൻ ഡോക്ടറിന്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ ഈ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു ഇത് മെഷീന് എന്തെങ്കിലും കുഴപ്പമായിരിക്കും, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒന്നുകൂടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ഡോക്ടറിന്റെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറയുക സിസ്റ്റർ ആക്ച്വലി ഞാൻ ആദ്യം ഈ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാൻ വിട്ടെന്ന് പറഞ്ഞാൽ ഒരു ബ്ലീഡിങ് വന്ന ഒരാളുടെ കണ്ണ് ഒരിക്കലും ഇങ്ങനെ നോർമലായിട്ട് ഇരിക്കത്തില്ല, പക്ഷെ ഈ പുള്ളിയുടെ കണ്ണ് ഇങ്ങനെ നോർമലായിട്ട് ഇരിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു സംശയം വന്നതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഒന്നുമില്ല, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. അവിടെ ചെന്ന് OPD പോയി ആ സിസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഒത്തിരി പേഷ്യൻസ് ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ വൈകിട്ടൊക്കെ ആകും, ഇൻ കേസ് വൈകിട്ട് പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ OPD ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക, ഞങ്ങൾ 3 പേരും ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സുനിത സിസ്റ്ററുടെ ആൾക്കാരല്ലേ, നിങ്ങൾ ഇതുവരെയും ഡോക്ടറിനെ കണ്ടില്ലയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ആ OPD പോയി ആ സിസ്റ്ററുമായിട്ട് എന്തോ സംസാരിച്ച് തിരിച്ചു വന്നോണ്ടേ ഞങ്ങളോട് പറഞ്ഞു ഇപ്പൊ നിങ്ങളെ വിളിക്കും, എൻ്റെ പേര് ജെഫിയ, സുനിത സിസ്റ്ററുടെ റിലേറ്റീവ് മീൻസ് ഫ്രണ്ടാ ഞാൻ ENT OPD ജോലി ചെയ്യുന്നത് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങ് പോയി. എന്നിട്ട് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം സിസ്റ്റർ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ OPD കയറി. ഡോക്ടർ അപ്പം അങ്ങോട്ട് നടത്തുന്നു ഇങ്ങോട്ട് നടത്തുന്നു. അപ്പൊ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അവരോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. അപ്പം ഡോക്ടറിനും ഭയങ്കര അത്ഭുതമാണ്, ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ വന്ന ആളിങ്ങനെ നോർമലായിട്ട് നടക്കുന്ന. പിന്നെ ഡോക്ടർ ഏതായാലും ഫിറ്റ്നസ് ഒക്കെ എഴുതി കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സിസ്റ്ററിനൊരു നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ ENT OPD ചെന്നു. ENT OPD ചെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ജെഫി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കാണാൻ. അപ്പം അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒരു സിസ്റ്ററെ ഇവിടെ ഇല്ല, ജെഫി എന്ന് പറയുന്ന ഒരു സിസ്റ്ററെ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ് ആന്റി, ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ദൈവം ദൂതനെ അയക്കുമെന്ന് പറയത്തില്ലേ, അതേപോലെ ദൈവം തന്റെ ദൂതനെ അയച്ച ആ സമയത്ത് അത്ഭുതം പ്രവർത്തിച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷെ ഞങ്ങൾക്ക് അന്ന് വൈകിട്ട് വരെയും അപ്പോയിന്റ്മെന്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ പിറ്റേ ദിവസം വരേണ്ടി വന്നേനെ.
എന്നാൽ ദൈവം അവിടെയും ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ശ്രീചിത്രയിൽ പോയി ഡോക്ടർ റിപ്പോർട്ടൊക്കെ കണ്ടിട്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു നവംബർ ലാസ്റ്റ് ഒക്കെ ആയപ്പം ഞാൻ തിരിച്ച് സൗദിക്ക് വന്നു. അപ്പോൾ ഹസ്ബൻഡ് ജോലി റിസൈൻ ചെയ്താണല്ലോ നാട്ടിൽ വന്നത്. കുറച്ച് ദിവസം എൻ്റെ മാതാപിതാക്കളോടൊക്കെ ഒപ്പം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഹസ്ബൻഡ് സഹോദര കുടുംബം, സാറിൻ്റെ കുടുംബം ഉണ്ടായിരുന്നു വള്ളിയൂന്നത്ത്. അവിടെ വീട്ടിൽ പോയി അവിടെയും കുറച്ച് ദിവസം നിന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു, എല്ലായിടത്തും പോകുന്നു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററൊക്കെ എല്ലായിടത്തും വിളിച്ചുകൊണ്ട് പോകുന്നു സാക്ഷിയൊക്കെ പറയുവാന്. മറ്റു ചർച്ചകളിലൊക്കെ പോയി സാക്ഷിയൊക്കെ പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. അപ്പൊ കുറച്ചൊരു ഡിസംബർ ആദ്യമായപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പം ഇവിടെ ചർച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം, അപ്പൊ വിസിറ്റിംഗ് വിസ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിസിറ്റിംഗ് വിസ എടുത്തു. അങ്ങനെ 2020 ജനുവരി 8 ഹസ്ബൻഡ് ഇവിടെ തിരിച്ച് സൗദിക്ക് വന്നു വിസിറ്റിംഗ് വിസയിൽ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എല്ലാവർക്കും അത്ഭുതം. ഞങ്ങള് സാധനമൊക്കെ വാങ്ങിക്കാൻ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ പറയും, ഹിന്ദു സഹോദരങ്ങളാണെങ്കിലും മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും എല്ലാവർക്കും അറിയാം. എല്ലാവരും പറയൂ, അച്ചായ ഞങ്ങൾ ആദ്യം വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് വിഷമമായിരുന്നു, ഇപ്പം കണ്ടപ്പോൾ എന്ത് ആരോഗ്യവാനായിട്ട് നടക്കുന്നു, അച്ചായന്റെ ദൈവം വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ എല്ലാവർക്കും അത്ഭുതമായിരുന്നു. അങ്ങനെ ആരും കണ്ടാൽ ഇങ്ങനെ വലിയൊരു അസുഖത്തിൽ കൂടെ കടന്നുപോയ ആളാന്ന് പറയത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്യുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങനെ 2020 മാർച്ച് മാസം 19. അപ്പൊ ഈ മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മുടെ കൊറോണയുടെ സമയമാണ്. അതായത് സൗദിയില് 15 മാർച്ച് 15 മുതൽ ലോക്ക്ഡൗൺ അല്ല, ഫ്ലൈറ്റ് എല്ലാം ക്യാൻസൽ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എല്ലാം. മാർച്ച് 21 നമ്മുടെ നാട്ടില് ഇന്ത്യയില് ലോക്ക്ഡൗണാണ്. അപ്പൊ അതുകൊണ്ട് പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ നിന്നൊക്കെ വീട്ടിലോട്ട് പോവുക. അപ്പൊ മൂത്ത മോള് നേഴ്സിംഗ് പഠിക്കുന്ന, അവള് പൂനെയിൽ നിന്ന് മാർച്ച് 18 നാട്ടിലോട്ട് പോവുക, പൂനെയിൽ നിന്ന് ട്രെയിനില്. മറ്റേ മോള് 10ാം ക്ലാസ്സിൽ മാർച്ച് 18 ലാസ്റ്റ് എക്സാം കഴിഞ്ഞു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ആ 18 ചേട്ടന്റെ മോളെ വിളിച്ച് പറഞ്ഞ് അവളെ വീട്ടിലോട്ട് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. പിറ്റേ ദിവസം മാർച്ച് 19, അന്ന് വ്യാഴാഴ്ചയാണ്, എന്നെ രാവിലെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ വീട്ടിൽ വന്നു. കാരണം ഇങ്ങനെ ഇത്രയും വയ്യാതിരിക്കുന്ന ആളായിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുവിട്ട് കഴിയുമ്പോൾ വീട്ടിൽ വരുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കണമെന്ന്. അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയിലൊക്കെ അപ്പം ഉറങ്ങത്തില്ല, പകലാ മിക്കവാറും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ് ഉറങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങുമായിരിക്കും വിചാരിച്ചു. ഒരു 12 മണിയായപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇളയ മോളാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോവും. അപ്പൊ അവള് പപ്പായെ വിളിച്ച് ഞാൻ വീട്ടിലോട്ട് പോവാന്ന് പറയാൻ വേണ്ടി വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എന്നെ പെട്ടെന്ന് അവള് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പപ്പായെ കുറെ നേരം കൊണ്ട് വിളിക്കുക, ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു 12:20. അപ്പൊ ഞാനും പിന്നെയും വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പം ഈ ഉറങ്ങുവാണെങ്കിൽ ഇത്രയും നേരം ഉറങ്ങത്തില്ല, ബാത്റൂമിലെങ്ങാനും പോവുകയാണെങ്കിലും എന്റെ ഫോൺ കണ്ടാൽ തിരിച്ചു വിളിക്കും. പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള 2 സഹോദരന്മാര്, ഞങ്ങളുടെ ചർച്ചിലുള്ള 2 സഹോദരന്മാർ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിൽ താക്കോലും ഉണ്ട്. അപ്പം ചർച്ചും നമ്മുടെ വീട്ടിലാണല്ലോ, അപ്പം അതിനുവേണ്ടി താക്കോലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് സഹോദരന്മാരെ വിളിച്ചു, രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഹസ്ബൻഡ് ഫോൺ എടുക്കുന്നില്ല, പെട്ടെന്ന് വീട്ടിലൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഞാനും എൻ്റെ ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇതുപോലെ ഹസ്ബൻഡ് ഫോൺ എടുക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം. അപ്പോൾ അവരൊരു മെയിൽ നേഴ്സിനെ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് ഇറങ്ങി. ഈ സഹോദരന്മാരാണെങ്കിലും വീടിന്റെ താഴെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു വണ്ടി താഴെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പെട്ടെന്ന് എന്നാ പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചിട്ട് അവർ ഫോണൊന്നും എടുക്കുന്നില്ല. ഞാൻ അപ്പോഴത്തേക്കിന് ഞങ്ങളുടെ വീടിന്റെ അടുത്തെത്തി ആ റോഡില് എത്താറായപ്പോൾ ഞാൻ കണ്ടു സഹോദരന്മാരുടെ വണ്ടി അങ്ങോട്ട് പോകുന്നു, ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ആ വണ്ടിയുടെ പുറവശത്തെ സീറ്റില് ഹസ്ബൻഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ നേഴ്സിനോട് പറഞ്ഞു ഈ വണ്ടിയുടെ പുറകെ പോയി എന്നെ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഇവർ ആദ്യമേ അവിടെ ചെന്ന് കാഷ്വാലിറ്റിയോട്ട് കയറ്റി ഞാൻ ചെല്ലുന്ന ഉടനെ അങ്ങനെ ഡോക്ടർമാരിങ്ങനെ CPR കൊടുത്തോണ്ടിരിക്കുക. കുറെ നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർമാർ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി കൊണ്ടുവന്നപ്പോൾ BP-യും പൾസും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 2020 മാർച്ച് മാസം 19 കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. തുടർന്നുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നാൽ ആന്റി എങ്ങനെ അതെനിക്ക് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അത്ര പ്രതിസന്ധിയോടെ കടന്നു പോകുന്നതെന്ന് വെച്ചാല് ഫ്ലൈറ്റ് ഒന്നുമില്ല, ഓടി നാട്ടിലോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കൊണ്ടുപോകും, കുഞ്ഞുങ്ങൾ നാട്ടില്.
എനിക്കറിയത്തില്ല ഞാൻ ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്തെന്ന്. അങ്ങനെ ഏകദേശം ഒരാഴ്ചയിൽ ഒരു 5 ദിവസം ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ തന്നെ ബോഡി വെച്ചു. ബോഡി വെച്ച് കഴിഞ്ഞപ്പം അവർക്ക് 5 ദിവസമേ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസത്തിനും 200 റിയാൽ വെച്ച് കൊടുക്കണം. അപ്പം പിന്നെ ബോഡി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലോട്ട് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷെ അവിടെ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചപ്പം അവിടെ മോർച്ചറി മൊത്തം ഫുള്ള. ഈ കൊറോണയുടെ പ്രതിസന്ധി മൂലം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ചെയ്യും? ഇങ്ങനെ വിഷമിച്ച് കർത്താവേ ഇനി എന്തോ ചെയ്യും? ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ഹസ്ബൻഡ് വയ്യാതായി നാട്ടിൽ സൗദിക്ക് വന്നല്ലോ. വന്നു കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഫെബ്രുവരി മാസം ആയപ്പോൾ, ഞങ്ങൾക്ക് നേരത്തെ ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്തതൊന്നുമില്ലേ, ആ സൗദി യാദൃച്ഛികമായിട്ട് ഹസ്ബൻഡിനെ വിളിച്ചു. വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ കുറേ ദിവസം കൊണ്ട് ട്രൈ ചെയ്യുക, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇതുപോലെ വയ്യാതെ നാട്ടിൽ പോയി റിസൈൻ ചെയ്ത് തിരിച്ചു വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ്. അപ്പൊ ഈ കാര്യം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്നേരം ഈ കാര്യം ഓർമ്മ വന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരിയും കൊണ്ട് ഈ സൗദിയെ വിളിപ്പിച്ചപ്പം അന്നേരം ആ സൗദി അറിയുന്ന പുള്ളിക്കാരനും കേട്ടപ്പോൾ ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. കാരണം ഒത്തിരി ഒരു സൗദിയാണെന്ന് പറഞ്ഞാലും ഒരു ആത്മാർത്ഥ സ്നേഹമായിരുന്നു ഹസ്ബൻഡിനോട്. പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു, സിസ്റ്ററിനോട് ഒന്നും വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഈ കാര്യം സൗദിയോട് പറഞ്ഞു. അന്നേരം തന്നെ പുള്ളിക്കാരൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയുടെ വലിയ ആളിനെ വിളിച്ചു. വലിയ ആളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എത്ര ദിവസം വേണമെങ്കിലും ബോഡി അവിടെ വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മോർച്ചറിയിലോട്ട് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ നാട്ടിലോട്ട് ബോട്ട് വിടാനുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഒരു വിഷമം. കാരണം എല്ലാവരും ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വന്നപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തില്ല, എൻ്റെ മാതാപിതാക്കളില്ല, എൻ്റെ സഹോദരങ്ങൾ ആരുമില്ല. തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥ. എങ്ങനെ അതെനിക്ക് പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ ആ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ കൂടി ദൈവം എന്നോട് ഇടപെട്ടു. അന്ന് നമുക്ക് മീറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും സൂമിൽ കൂടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം ഞാൻ സൂമിൽ കൂടെ പ്രെയർ ഒക്കെ അറ്റൻഡ് ചെയ്യും, ദേവദാസന്മാരുടെ മെസ്സേജുകൾ കേൾക്കും, പാട്ടുകൾ കേൾക്കും, വചനം വായിക്കുമ്പോഴൊക്കെ ആ വചനത്തിൽ കൂടെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി, എന്നെ ആശ്വസിപ്പിച്ചു. അങ്ങനെ ഈ പപ്പ മരിച്ച കാര്യം കുഞ്ഞുങ്ങളോട് പറഞ്ഞില്ല. അപ്പം കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ എന്നോട് മൂത്ത മോള് പറയും പപ്പായെ ഒന്ന് കാണിക്കാൻ പറയും. അപ്പം ഞാൻ പറയും പപ്പയുടെ ബോഡി ഇതുപോലെ പപ്പ ഇതുപോലെ വെന്റിലേറ്ററിൽ കിടക്കുക, അന്ന് അസുഖം വന്നതുപോലെ. അപ്പൊ കൊറോണയുടെ പ്രതിസന്ധിയെ കാരണം നമ്മളെ ആരെയും അങ്ങോട്ട് വിസിറ്റിംഗ് ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ കിടക്കുക. കുഞ്ഞുങ്ങളോട് എങ്ങനെ പറയും? ഞാൻ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച ഞങ്ങളുടെ അടുത്ത്, അതായത് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഞങ്ങളുടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്, ചർച്ച വരുന്ന ആ ഫാമിലിയുടെ വീട്ടിൽ പോയി താമസിച്ച് അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാന്ന് നോക്കിയാ. ഈ ഈ അതായത് കൊറോണ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ അമ്മച്ചി മോളുടെ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ വന്നതാ. അപ്പൊ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയാ. അപ്പം ഇതൊക്കെ ദൈവം നേരത്തെ അറിഞ്ഞ സംഭവം. അപ്പം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇല്ലെങ്കിലും ആ മാതാവ് ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒത്തിരി ആശ്വാസ വാക്യങ്ങളും വചനങ്ങളും ഒക്കെ പറഞ്ഞ് അതെന്നെ ബലപ്പെടുത്തി. അങ്ങനെ ഏകദേശം ഒരു 1.5 ആഴ്ചയോളം ആ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ചർച്ചിലെ ദേവദാസൻ എന്നെ അവരുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഞാൻ അവിടെ താമസിച്ചു കഴിയുമ്പോഴും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടർ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു, അവളോട് വെക്കേഷൻ്റെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എൻ്റെ മനസ്സ് എപ്പോൾ ഫ്രീ ആവുന്നു, എപ്പോൾ എനിക്ക് ജോലിക്ക് ചെയ്യാൻ ഞാൻ ഇതാണോ ആ സമയമാകുമ്പോൾ അവളെ ജോലിക്ക് വിട്ടാൽ മതി, അതുവരെയും അതിൻ്റെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന കാരണം പലവിധമായ ചിന്തകളല്ലേ, അപ്പൊ ചിലപ്പോൾ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആകുമെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ ഞാൻ ദേവദാസിനോട് പറഞ്ഞു, ദേവദാസിനെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. പിറ്റേ ദിവസം മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് കയറിയാലും എങ്ങനെ ഡ്യൂട്ടി ചെയ്തു എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. കാരണം മനുഷ്യമായി ചിന്തിക്കുമ്പോൾ ബോഡി മോർച്ചറിയില്ല, കുഞ്ഞുങ്ങളെ നാട്ടില് ബോഡി കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം. ആ ഒരു വല്ലാത്തൊരു സംഘർഷത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. എല്ലാത്തിലും ഹസ്ബൻഡിന്റെ സഹോദരന്മാരുണ്ട്, വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചർച്ചിലെ സഹോദരങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും കൂടെയുണ്ട്. എന്നാലും
നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ. ഒത്തിരി ഈ ബോഡി നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തു. ഹസ്ബൻഡിന്റെ ബ്രദേഴ്സ് റിയാദിലുണ്ട്. അവർ എംബസി പോയി അന്വേഷിച്ചു. അപ്പോൾ എംബസി പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പോലും അവർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ഒരവസ്ഥ. ഞാനാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു, ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുന്നു, നോർക്കയുടെ ഓഫീസിൽ വിളിക്കുന്നു, അങ്ങനെ പലരെയും വിളിച്ച് പല കാര്യങ്ങളും അന്വേഷിക്കുന്നു. അവരൊക്കെ എന്നെ തിരിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ കുറെ ഒരു 40 ദിവസമൊക്കെ ആയപ്പോൾ ഇങ്ങനെ കേട്ടു ചിലപ്പോൾ ബോഡി ഇവിടെ തന്നെ അടക്കം ചെയ്യേണ്ടി വരും, കാരണം കൊറോണ കേസ് കൂടി വരിക. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ അങ്ങനെ ഒരു സാഹചര്യം വരരുത്, കാരണം കുഞ്ഞുങ്ങളെയെങ്കിലും ബോഡി കൊണ്ടൊന്ന് കാണിക്കണം. ഞാൻ അങ്ങനെ കർത്താവിനോട് പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടറും ഞങ്ങളുടെ ചർച്ചിലെ ദേവദാസനും കുടുംബവും ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംഭവം ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ചേട്ടനും ഫോണിൽ കൂടെ എന്നെ വിളിച്ചിങ്ങനെ അവരെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ നേഴ്സിംഗ് ഡയറക്ടർ പറഞ്ഞു, ഇതുപോലെ ചിലപ്പം ബോഡി ഇവിടെ അടക്കം ചെയ്യേണ്ടി വരുമായിരിക്കും. അതല്ല, ഇപ്പൊ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് കാർഗോ ഫ്ലൈറ്റിൽ ബോഡി നാട്ടിലോട്ട് അയക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ ഒരു പെർമിഷൻ വേണം, അതായത് ഞാൻ അതിന് സമ്മതിക്കണം, അതിനുവേണ്ടി വന്നതാണ്. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഞാനും കൂടെ പോകാതെ ഒരിക്കലും ഞാൻ അങ്ങനെ വിടത്തില്ല. കാരണം എൻ്റെ മനസ്സിലുള്ള ചിന്തയെല്ലാം കുഞ്ഞുങ്ങളെ നാട്ടില്, അപ്പം ആ ബോഡി കുഞ്ഞുങ്ങളെ പപ്പായുടെ ബോഡി കൊണ്ട് കാണിക്കുമ്പോൾ ഞാനും കൂടി ഇല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവസാനം കുറേ എന്നെ ഉപദേശിച്ചവര്, ഒരു പക്ഷേ ഇനിയും ഒരു 5-6 ദിവസം കൂടെ കഴിയുമ്പം കൊറോണ കേസൊക്കെ കൂടി കഴിഞ്ഞ് ഇവിടെ തന്നെ അടക്കം ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യും, പിന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിഷമത്തിന് കാരണമായി തീരത്തില്ലയോ എന്ന് കുറേ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ ലാസ്റ്റ് സമ്മതിച്ച്, മനസ്സോടെ ഞാൻ സമ്മതിച്ച് അങ്ങനെ നാട്ടിലേക്ക് ബോഡി വിടാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കഴിഞ്ഞ് അപ്പൊ കുഞ്ഞുങ്ങളോട് അതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ മൂത്ത മോളെ ചേട്ടന്റെ മോടെ ഫോൺ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് പപ്പായുടെ ഫോട്ടോ ഇങ്ങനെ കണ്ടു. അന്നേരം അവൾക്ക് മനസ്സിലായി. പക്ഷെ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം ഞാനിങ്ങനെ അവളെ വിളിച്ചിങ്ങനെ ഞാൻ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ആ സിറ്റ് ഔട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. അവിടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി എൻ്റെ അവിടെ റൂംമേറ്റിന് ചേച്ചി എൻ്റെ പപ്പ പോയി എന്ന് പറഞ്ഞ്, പിന്നെ ആ കൊച്ചെന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, ആൻറ്റി ഇതുപോലെ കെസിയ അറിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞുങ്ങള് പപ്പായുടെ മരണ വിവരം അറിയുന്നത്. അങ്ങനെ ബോഡി പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എമിറേറ്റ്സിന്റെ കാർഗോ ഫ്ലൈറ്റിൽ ആ കാർഗോ ഫ്ലൈറ്റ് വിടുന്നു വെച്ചാലും നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അതിന്റെ ആ എമിറേറ്റ്സിന്റെ മാനേജർ ഞങ്ങളെ ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ആ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചേട്ടനെ വിളിച്ച് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് വരുമ്പോഴും പലവിധമായ തടസ്സങ്ങളാണ്. ആദ്യമുള്ള തടസ്സം എന്ന് പറയുന്നത് അവർക്ക് കൊറോണ ടെസ്റ്റ് നെഗറ്റീവ് ആണെന്നുള്ള റിസൾട്ട് വേണം. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു മരിച്ച് മോർച്ചറിയിൽ ഇരിക്കുന്ന ഒരാളുടെ ആര് പോയി ചെയ്യും? എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാനൊരു സൈക്കാട്രി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അതിനുള്ള കൊറോണ ടെസ്റ്റ് ചെയ്യാനുള്ളത് കൊറോണ പേഷ്യൻസ് ഒന്നും ഇവിടെ വരത്തില്ല. അപ്പൊ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ദൈവമേ എന്തോ ചെയ്യും, ഇനി എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കും, ഇങ്ങനെ ഭാരപ്പെട്ടു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യുന്ന ഇൻഫെക്ഷൻ കൺട്രോളിലുള്ള ഒരു സൗദിയെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്നേരം ആ പുള്ളിക്കാരൻ അറിയുന്നത്. അപ്പം ആ കൂട്ടുകാരിയോട് പുള്ളിക്കാരൻ പറഞ്ഞ സിസ്റ്ററോട് ഒന്നും വിഷമിക്കേണ്ട, ഞാൻ തന്നെ പോയി ആ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മടിയും കൂടാതെ ആ സൗദി തന്നെ ആ പ്രൈവറ്റ് മോർച്ചറിയിൽ പോയി ആ ബോഡിയുടെ കൊറോണ ടെസ്റ്റ് ചെയ്ത് സ്വാബ് എടുത്ത് അതിന്റെ ടെസ്റ്റിന് വേണ്ടി വിട്ടു. റിസൾട്ട് നെഗറ്റീവായി വരുവാൻ്റെ കൊണ്ടും കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കാർഗോ ഫ്ലൈറ്റ് ഇല്ല. കാർഗോ ഫ്ലൈറ്റ് ഉള്ളത് റിയാദിൽ നിന്ന്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് റിയാദ് വരെ ഏകദേശം 1000 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പൊ ഈ ബോഡി എങ്ങനെ ഇവിടുന്ന് റിയാദിലോട്ട് കൊണ്ടുപോകും? ആ ഒരു ടെൻഷന്. കൊണ്ടുപോകണമെങ്കിൽ റോഡ് മാർഗമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എല്ലായിടത്തും ലോക്ക്ഡൌൺ, പോലീസിന്റെ പെർമിഷൻ വാങ്ങിക്കണം. അങ്ങനെ ആ കാര്യത്തിന് വേണ്ടി
ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എൻ്റെ കൂട്ടുകാരിയുടെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഏതായാലും ഒരു മുസ്ലിം സഹോദരനാ. പുള്ളിക്കാരന് ആ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചെയ്തു തന്നു. ഹസ്ബൻഡിന്റെ സഹോദരൻ, റിയാദിലുള്ള സഹോദരന് ഒരു സുഡാനിയെ കണ്ടുപിടിച്ചു. അങ്ങനെ സുഡാനിയുടെ വണ്ടിയിൽ എൻ്റെ വേറൊരു ഹസ്ബൻഡിന്റെ ബ്രദർ വന്നു. അങ്ങനെ 51 ദിവസത്തിന് ശേഷം മെയ് മാസം 8-ാം തീയതി ബോഡി ഇവിടെ നിന്ന് റിയാദിലോട്ട് വിടുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് റിയാദിലോട്ട് പോയി. എന്നാൽ ആ റിയാദിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പകൽ സമയമൊക്കെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ രാത്രിയിലായപ്പം എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ കട്ടിലേക്ക് കിടന്നിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രയും ദിവസം എൻ്റെ അവിടെ ബോഡിയെങ്കിലും ഇവിടെ ഉണ്ടെന്നുള്ളൊരു ആശ്വാസം. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ബോഡിയും ഇല്ല. ഇത്രയും നാളും സ്നേഹത്തോടെ കഴിഞ്ഞ എൻ്റെ ഹസ്ബൻഡ് ഇനി എൻ്റെ കൂടെ ഇല്ലെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ട് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ കട്ടിലേക്ക് കിടന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ബാത്റൂമിൽ പോയി കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്ന് അവിടെ ഒരു വിസിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ പോയിരുന്ന് കരഞ്ഞ് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന്, കർത്താവേ എനിക്ക് പറ്റത്തില്ല, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണേ കർത്താവേ. ഞാനിങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പം പെട്ടെന്ന് ദൈവം എന്നോട് ഇടപെട്ട ഒരു വാക്യമാണ് യെശയ്യാ-പ്രവചനം 54-ാം അധ്യായം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാവുന്ന അവന്റെ നാമം. ഈ പല പ്രാവശ്യം ഞാൻ ഈ വാക്യം വായിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് ഈ വാക്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ട് ആരോ എന്നോട് പറയുക, നിന്റെ ലോകപ്രകാരമുള്ള ഭർത്താവ് നിന്നെ വിട്ടുപോയത്, എന്നാൽ അതിനേക്കാട്ടിൽ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവായ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഇനി നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാൻ ആ കർത്താവ് വിശ്വസ്തനാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് ആരോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ധൈര്യം വന്നു. ഞാൻ പിന്നെ തിരിച്ച് റൂമിൽ വന്ന് പിന്നെ അന്നത്തെ ദിവസം ഞാൻ ശാന്തമായിട്ട് ഉറങ്ങാനൊക്കെ കർത്താവ് സഹായിച്ചു. അങ്ങനെ മെയ് 8-ന് ബോഡി റിയാദിലെത്തി. റിയാദിൽ നിന്ന് മെയ് മാസം 12-ാം തീയതി നാട്ടിലെത്തി. ഞങ്ങൾ ആക്ച്വലി വീട് വെച്ചേക്കുന്നത് പന്തളത്തെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷായിച്ചാൻ്റെ സ്ഥലമായിട്ട് വള്ളികുന്നത്ത് കൊണ്ടുപോയി. വള്ളികുന്നത്തെ ഏജിയുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. എന്നാൽ ആ സമയം എന്ന് വെച്ചാൽ കൊറോണയുടെ സമയമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ ആരും അവിടെ ഇല്ല. എൻ്റെ സഹോദരിമാരാണെങ്കിലും ആരും നാട്ടിലില്ല. പക്ഷെ ആരും ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും എല്ലാ ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ കടന്നു വന്ന് ആ പുനർ ശുശ്രൂഷയൊക്കെ ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. ദൈവം എത്രത്തോളം ബലപ്പെടുത്തി. ഞാൻ പുറകോട്ടൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാണെങ്കിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, കർത്താവെ ഈ പ്രതിസന്ധികളെയൊക്കെ ഞാൻ എങ്ങനെ തരണം ചെയ്തു. ഓരോ പ്രയാസങ്ങൾ കഴിയുമ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന്. പക്ഷെ ആ സമയത്തൊക്കെ ഓരോരുത്തരെ ദൈവം അതിനുവേണ്ടി ഒരുക്കി, ദൈവം എന്നെ ബലപ്പെടുത്തി. അനേക ദൈവമക്കൾ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കൃപയാൽ ഇത്രത്തോളം ബലത്തോടെ നിൽക്കുവാൻ്റെ ഗുണം കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ നിന്നതല്ല, കർത്താവ് എന്നെ നിർത്തിയതാണ്. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തകൾക്കായി സ്തോത്രം. ബലമില്ലാത്തവന് ബലം കൊടുക്കുന്ന കർത്താവ്, ശക്തിയില്ലാത്തവനെ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, ഒരു നാളും നമ്മളെ ഒറ്റയ്ക്ക് വിടാത്ത കർത്താവ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം പല സമയങ്ങളിലും എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. പക്ഷെ ഈ ബോഡി മോർച്ചറിലായിരുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലെ ഒരു വിഷമം എന്ന് പറയുന്നത് ആ ഒരു വിഷമമുണ്ട്. പക്ഷെ അതുപോലുള്ള ഒരു വിഷമമാണ് ഈ ചർച്ചിന്റെ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, അത് ആരെ ഏൽപ്പിക്കും, അങ്ങനെയുള്ള കുറേ വിഷമങ്ങളായിരുന്നു ആ കുറേ ദിവസങ്ങളിൽ. പക്ഷെ എന്നാൽ ഈ വെല്ലൂര് ചികിത്സയൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ച് സൗദിക്ക് വന്നു കഴിഞ്ഞ ഒരു ദിവസം ഒരു ദേവദാസൻ ഇതുപോലെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ഞങ്ങളുടെ ചർച്ചിലെ ഇപ്പോഴത്തെ ദേവദാസനും കുടുംബവും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ഈ ബ്രദറിനോട് പറഞ്ഞു, ഇതുപോലെ ഒരു ആലോചന പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഒരു ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതാ, ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകും, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ആ ബ്രദറിന്റെ തോളയിലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കാലശേഷം ഞാൻ സഭയെ ആക്കി. അപ്പോൾ ഈ ഹസ്ബൻഡ് ഇതുപോലെ ആ ബ്രദറിന്റെ തോളെ തട്ടിയിട്ട് ഇതുപോലെ പറഞ്ഞു, എൻ്റെ കാലശേഷം ഞാൻ സഭയെ ആരെയിപ്പിക്കും, ആ കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു, അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവർ ഭാര്യയും ഭർത്താവോട് ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അതിനുള്ള കഴിവൊന്നുമില്ല ഷായിച്ചാ, ഞങ്ങൾക്ക് അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സീരിയസ് ആയിട്ട് രണ്ടാമത് സൗദി
അവധി വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ചർച്ചിലെ കണക്കും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഈ സഹോദരനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ഏൽപ്പിച്ചു. അപ്പൊ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ദൈവം എനിക്ക് മുന്നമേ ഈ കാര്യങ്ങളെല്ലാം ദൈവം അത് കാണിച്ചു തന്ന. അങ്ങനെ ഞാൻ ഈ ബോഡി ഇങ്ങനെ റിയാദിലോട്ട് വിടുവാണല്ലോ. അപ്പൊ വിടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, വേറെ ദേവദാസന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റില് ആ വണ്ടിയിലോട്ട് കയറ്റി കഴിയുമ്പം ആ ബോഡിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഷൈജാനെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് പിന്നെ സഭയുടെ ശുശ്രൂഷനായിട്ട് ജോജി പറ തുറന്നുള്ള ശുശ്രൂഷകൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പം ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചൊക്കെ വരും, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിച്ച് ദൈവം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആലോചന തരുവാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ ബോഡിയൊക്കെ പിണറലൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഞങ്ങളുടെ സഹോദരന്മാരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പം അവരും ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ സെപ്റ്റംബർ മാസം, അന്ന് ഫിസിക്കലായിട്ട് പ്രെയർ ഒന്നും ഇല്ലല്ലോ, സെപ്റ്റംബർ മാസം സൂമിൽ കൂടെ അനേക ദേവദാസന്മാരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ച് ആ ദൈവസഭയുടെ ശുശ്രൂഷ ആ ദേവദാസനെ ഏറ്റെടുക്കുവാൻ്റെ ഗുണം കർത്താവ് സഹായിച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ദൈവം ഞങ്ങൾക്ക് ഇവിടെ തന്നു. 10-70ഓളം പേര് ഉണ്ട്. പല സഹോദരിമാരെ കടന്നു വന്ന് സ്നാനപ്പെടുവാനൊക്കെ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഡിസംബർ മാസമായപ്പോൾ ഞാൻ വെക്കേഷൻ, അതുവരെ ഞാൻ പോയില്ല, കുഞ്ഞുങ്ങളെ ഒന്നും കണ്ടിട്ടില്ല. വെക്കേഷൻ ഡിസംബർ മാസമായപ്പോൾ ഞാൻ നാട്ടിൽ പോയി 2 മാസം എൻ്റെ മാതാപിതാക്കളോടൊക്കെ അപ്പം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് സൗദിക്ക് വന്നു. ഞാനെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു ഇളയ മോളാ. അപ്പം എൻ്റെ മൂത്ത സഹോദരിയും ഞാനും തമ്മിൽ ഏകദേശം 18 വയസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിലുള്ള മോളാ. അപ്പം ഒത്തിരി ലാളിച്ച് വളർത്തി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കാതെ വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അത് ഭയങ്കര സങ്കടമായി. അവർക്ക് എപ്പോഴെപ്പോഴും ഈ ഒരു വിഷയമാണ്. ഞാൻ വിളിക്കുമ്പോഴെല്ലാം മാതാവ് എന്നെ വിളിച്ച് കരയും. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ്, അതായത് 2021 ഓഗസ്റ്റ് 16 എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞപ്പം സെപ്റ്റംബർ 6 എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എനിക്കറിയത്തില്ല, ഞാൻ ഈ ഒരു വർഷത്തിനിടയിൽ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മാതാപിതാക്കള് 3 പേരും എന്നെ വിട്ട് കടന്നുപോയി. പക്ഷെ എനിക്കറിയത്തില്ല ഞാൻ ആ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എങ്ങനെ തരണം ചെയ്തെന്ന്. എന്നാലും ദൈവം ബലത്തോടെ നിർത്തി. പക്ഷെ ദൈവം അതിനു മുമ്പായിട്ട് എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വന്നു. ഈ 2019 സെപ്റ്റംബർ മുതൽ 2020 മാർച്ച് വരെയുള്ള 6 മാസം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ഒരു സമയമായിരുന്നു. അത് പല കാര്യത്തിൽ കൂടി എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല കാര്യങ്ങൾ എന്നെ പറഞ്ഞേൽപ്പിച്ചു. അപ്പം ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതിലൊരു കാര്യമാ, ഒരു ദിവസം എന്നെ ഇങ്ങനെ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് എന്നെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടാൻ പോയി. ഞങ്ങൾ വണ്ടിയിലിരിക്കുക. വണ്ടിയിലിരുന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ആ വണ്ടിയുടെ സീറ്റിൽ ഇങ്ങനെ 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 തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നാട്ടിൽ പോവുകയാണെങ്കിൽ ഈ വണ്ടി ഇപ്പം വിൽക്കരുത്, നമ്മുടെ ചർച്ചിലെ വണ്ടി കുറവാ, അപ്പം സൗരന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാൻ വണ്ടി വേണം, അതുകൊണ്ട് നീ ഇപ്പം വണ്ടി വിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഷൈജാൻ ഇപ്പം നാട്ടിൽ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ കാര്യം വിട്ടു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പന്തളത്താ വീട് വെച്ച്. അപ്പം ഹസ്ബൻഡ് വലിയൊരു ആഗ്രഹമായിരുന്നു വള്ളികുന്നത്ത് വീട് വെക്കണമെന്ന്. അപ്പം അതുവരെ എന്നോട് പറയുമായിരുന്നു നമുക്ക് വള്ളികുന്നത്ത് ഒരു വീട് വെക്കണമെന്ന്. പക്ഷെ ഈ മരിക്കുന്നതിൻ്റെ തലേ ആഴ്ച ഞാൻ പറഞ്ഞില്ല, ഒരു അമ്മച്ചി, ഞാൻ താമസിച്ച വീട്ടിലൊരു മാതാവ് ഉണ്ടായിരുന്നു. അപ്പം ആ മാതാവിനെയും ആ സൗദിനെയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വിളിച്ച് അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. ഈ മരിക്കുന്നതിൻ്റെ തലേ വെള്ളിയാഴ്ച ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആ അമ്മച്ചിയോട് ഇങ്ങനെ പറയുക, അമ്മ എനിക്ക് ഇതുവരെയും ഇതുപോലെ വള്ളികുന്നത്ത് വീട് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ആ ആഗ്രഹമില്ല. കാരണം ഞാനിപ്പം ചിന്തിച്ചപ്പോൾ എന്തിനാ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുന്നത്? ഈ മണ്ണിനെ സ്നേഹിച്ച് നമ്മളിവിടെ നിന്നാൽ ഈ മണ്ണിൽ നിൽക്കത്തേ ഉള്ളൂ, നമ്മളങ്ങനെ വിണ്ണിലോട്ട് പോകത്തില്ല, അത് നമുക്കൊരു തടസ്സമായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. പിന്നീട് ഞാൻ ചിന്തിക്കുമ്പോൾ ആ ദൈവം പ്രിയപ്പെട്ടവനെ ഒരുക്കുന്ന ഒരു സമയമായിരുന്നു. 49 വയസ്സ് വരെ ജീവിച്ചുള്ളൂ എങ്കിലും ഒരു പുരുഷായുസ് വരെ ദൈവത്തിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാമോ, ഈ ആരാധന സ്വാതന്ത്ര്യം ഇല്ലായിരിക്കുന്ന രാജ്യത്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്ത് തീർത്ത്
എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച ശേഷമാണ് പ്രിയപ്പെട്ടവൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. പിന്നെയുള്ള വിഷമം എന്ന് വെച്ചാൽ എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാ. അപ്പം അതിനു മുമ്പ് ഈ വയ്യാതെ വന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വയ്യാതെ വന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു, ഷൈജാൻ പോയി കഴിഞ്ഞാൽ അമ്മാമ്മ 2 പെൺകുഞ്ഞുങ്ങളാ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോള് നേഴ്സിംഗ് പഠിക്കാൻ കയറി ആ സമയമായപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ അവൾക്ക് വിവാഹപ്രായമാകുന്ന സമയമാകുമ്പോൾ തക്ക തുണി ഒരുക്കി ദൈവമേ ഇവിടുന്ന് മാനിക്കണേ. മനുഷ്യമായി നോക്കുമ്പോൾ എനിക്ക് അതിനുള്ള കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ല. ദൈവം ആ സമയമാകുമ്പോൾ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ മോള് നേഴ്സിംഗ് പഠിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിവാഹാലോചന വന്നു. ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. ഒരു പിതാവില്ലാത്തിരുന്ന സ്ഥാനത്ത് ആ പിതാവ് എങ്ങനെ ചെയ്യുമോ അതിനേക്കാട്ടിലും ശ്രേഷ്ഠതയോടുകൂടി പ്രിയ സഹോദരങ്ങളെല്ലാം ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. തിരുവചനത്തിൽ വായിക്കുന്നല്ലോ, നീതിമാന്റെ സന്തതി തുണയില്ലാതിരിക്കുന്നു, അവന്റെ സന്തതി ആഹാരം ഇരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള വചനപ്രകാരം എല്ലാ കാര്യങ്ങളും കർത്താവ് ഭംഗിയാക്കി ചെയ്തു. അത് കഴിഞ്ഞ് മറ്റേ മോളാണെങ്കിലും +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ മൂത്ത പൈതന്റെ വിഷയം വന്നപ്പം ഒരു തീരുമാനം എടുക്കാൻ പിതാവ് ഉണ്ടായിരുന്നു, അവളെ എന്തിനു വിടണമെന്ന്. ഇപ്പം അവൾക്ക് ലോകപ്രകാരം പിതാവില്ല, അങ്ങാണ് അവിടെ പിതാവ്. ഏത് കോഴ്സിന് വിടണം, ദൈവത്തിന് ഏത് പ്രകാരമുള്ള ഒരു കോഴ്സിന് വിടാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മോള് +2 കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു മോളോട് എന്തിനു പോകണം. ഒക്കെ അവൾ പറഞ്ഞു നേഴ്സിങ്ങിനാണെങ്കിൽ നേഴ്സിങ്ങിന് പോകാം, അങ്ങനെ ഇതൊന്നുമില്ല, പക്ഷെ 1 വർഷം എനിക്ക് നീറ്റ് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം അവൾ നീറ്റ് പഠിച്ചു കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ LBS കൂടി നേഴ്സിങ്ങിന് വേണ്ടി അഡ്മിഷൻ്റെ ഫോംസ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് CMC വെല്ലൂരിലെ റിട്ടൺ എക്സാം എഴുതി, അതിന് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 2023 ജൂലൈ മാസം 9-ാം തീയതി. അപ്പം ഞാൻ പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇതുപോലെ. അപ്പം എനിക്ക് അവർ ജൂലൈ 3-ലേക്ക് വെക്കേഷനൊക്കെ എല്ലാം ക്രമീകരിച്ച് തന്നു. ഞാൻ ഇവിടുന്ന് തന്നെ വെല്ലൂർ പോകാനുള്ള ടിക്കറ്റൊക്കെ ക്രമീകരിച്ചു. ഞാനും മൂത്ത മോളും ഇളയ മോളും കൂടെ പോകാനും അവിടെ ഒരു ദേവദാസൻ അറിയുന്നുണ്ടായിരുന്നു. ആ ദേവദാസനോട് പറഞ്ഞ റൂമും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അതായത് ജൂലൈ 7-ന് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകാൻ വേണ്ടി എല്ലാം ക്രമീകരിച്ചു. അപ്പം ജൂലൈ 3-ാം തീയതി രാത്രി 10 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. അപ്പം ഞാൻ ഞങ്ങളുടെ ദേവദാസിൻ്റെ വീട്ടിൽ നിൽക്കുക. ആ 10 മണിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അത് ഒരു 7 മണി വൈകിട്ടൊക്കെ ആയപ്പം ഇതുപോലെ കേരളത്തിലെ അലോട്ട്മെന്റ് വന്നപ്പം മോളുടെ റാങ്ക് ലിസ്റ്റിൽ മോളുടെ പേരുണ്ടായിരുന്നു. അങ്ങനെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കാനുള്ള സാഹചര്യമൊക്കെ ദൈവം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇപ്പം മോള് 3-ാം വർഷം മെഡിസിനിൽ പഠിക്കുന്നു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമാണ്. അനേക ദൈവമക്കള് ദേവദാസന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം എനിക്ക് നൽകി തന്നു. ഒത്തിരി വചനത്തിൽ കൂടി ദൈവം എന്നെ ബലപ്പെടുത്തി. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണ്, ഞാൻ നിന്നെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി നിന്നോട് സംസാരിക്കും. ചില മരുഭൂമിയുടെ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതും നമ്മളെ ഒറ്റപ്പെടുത്തുന്നതൊക്കെ ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന് നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട്. എൻ്റെ സേഫ് സോണുകളെ എല്ലാം ദൈവം മാറ്റി. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കൂടനക്കി പറക്കുന്നത് പോലെ ആ കൂടനക്കി പറപ്പിക്കുന്ന സമയത്തും ആ അമ്മ കഴുകൻ മാറി നിൽക്കുവല്ല, ആ കുഞ്ഞുങ്ങളെ അവർ വീഴുവാണെങ്കിൽ അവരെ താങ്ങാൻ വേണ്ടി ആ കഴുകനുണ്ട് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ സേഫ് സോൺ എല്ലാം ദൈവം മാറ്റി. പക്ഷെ ആ ഒറ്റപ്പെട്ട അവസ്ഥയിലും ദൈവം എന്നെ തനിയെ വിട്ടില്ല. ദൈവത്തിന്റെ വലിയ കരുതൽ എന്നോട് കൂടെ ഇരുന്നു. ഒരു പക്ഷേ ഞാൻ ഈ ലോകപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു, കർത്താവ് എന്നെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധികളിലൊക്കെ ഞാൻ ഒരു പക്ഷെ തകർന്നു പോയേനെയും, ഒന്നുകിൽ ഒരു മാനസിക രോഗിയായി തീർന്നേനെയും. എന്നാൽ ഈ ദൈവത്തിന്റെ സ്നേഹം എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. തിരുവചനത്തിൽ വായിക്കുന്ന പോലെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എത്രത്തോളം ദൈവം എന്നെ ബലപ്പെടുത്തി, ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവുന്നുള്ള വചനപ്രകാരം കർത്താവിന്റെ കരുതലും കൃപയും എന്നോട് കൂടെ ഇരുന്നു. ദൈവം എന്നെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. എത്രത്തോളം അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസിയോടും ജോയ്സ് ടിവിയോടും പ്രത്യേകിച്ച് എന്നെ എത്രത്തോളം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദേവദാസി, ഒറ്റയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഒത്തിരി പ്രയാസമാണ്. എന്നാൽ കർത്താവ്
പ്രിയ കർത്താവിൻ്റെ ദാസിയെ ആ സന്ദർഭങ്ങളിലെല്ലാം നിലനിർത്തിയത്. ഏത് അവസ്ഥകളിലായാലും നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. മരുഭൂമിയിലാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു വലിയ അനുഭവം, ചൂടേറിയ അനുഭവങ്ങൾ കർത്താവ് ജീവിതത്തിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും മനസ്സിലാക്കി എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, താങ്ങുന്ന ഒരു കർത്താവുണ്ടെന്നൊക്കെ ദൈവദാസിയെ മനസ്സിലാക്കി ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസിയാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ദൈവദാസിയെ ഇപ്പം ശുശ്രൂഷയെല്ലാം അവിടെ ആ പാസ്റ്റർ തന്നെയാണോ ചെയ്യുന്നത് ചർച്ചിലെ? അതെ അതെ, പാസ്റ്റർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഓക്കെ ഓക്കെ ദൈവദാസി. പിന്നെയും കർത്താവിൻ്റെ ദാസിയെയും ദൈവം ബലപ്പെടുത്തിട്ട് ദൈവദാസൻ ആരംഭിച്ച് വെച്ചിട്ട് പോയൊരു ശുശ്രൂഷ അത് കണ്ടിന്യൂ ചെയ്യുവാൻ ഏലിയാവിൻ്റെ ശുശ്രൂഷ ഏലിശ ഏറ്റെടുത്തെന്ന് പറഞ്ഞതുപോലെ ഒരു ദൈവദാസനെ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തു. എങ്കിലും പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയും ആ ഒരു ഇതിൽ പിന്നെയും മുന്നോട്ട് വരട്ടെ. കർത്താവ് ദൈവദാസിയെയും ഉപയോഗിക്കട്ടെ. അനേകർക്ക് കഷ്ടങ്ങൾ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് സഹോദരിമാരുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ. ചിലർക്ക് തന്നെ ജീവിപ്പാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ കൂടുതലും സഹോദരിമാരുടെ ആ ഒരു കഴിവ് നമ്മളൊരു ഡിപ്പെൻഡൻസി ആയി പോകുന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രിയ സഹോദരിയെ കർത്താവ് അതുപോലെ ബലപ്പെടുത്തി കർത്താവിൻ്റെ വേലയിലും അതുപോലെ കർത്താവ് പിന്നെയും ഉപയോഗിക്കട്ടെ. അനേകർക്കൊരു വലിയ ആശ്വാസമാക്കി കർത്താവ് തീർക്കട്ടെ. നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. കർത്താവിൻ്റെ ആ സ്നേഹത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസിയോടുള്ള എല്ലാ സ്നേഹവും നന്ദി ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പിന്നെയും ധൈര്യത്തോട് പ്രത്യാശയോടുകൂടെ അനേകർക്കൊരു വലിയ ബലമാക്കി കർത്താവിൻ്റെ ദാസിയെ ദൈവം തീർക്കട്ടെ. ഓക്കെ, താങ്ക് യു ദൈവദാസി. ദൈവദാസി നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇതുപോലെ ഭാരപ്പെടുന്ന അനേകരുണ്ട്, അവരെ ഓർത്തും കൂടെ ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, പരിശുദ്ധ ദൈവമേ, സർവ്വപിതാവേ, നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ജോയ്സ് ടിവിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവേ എൻ്റെ സാക്ഷ്യം പറയുവാൻ്റെ ഗുണം കർത്താവിനെ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. അതിന് സാഹചര്യം ഒരുക്കി തന്ന പ്രിയ ദൈവദാസി അതിൻ്റെ പ്രവർത്തനങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. വീണ്ടും അവരെ കുടുംബമായി കർത്താവ് മാനിക്കണമേ. ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ദൈവരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിയന്റെ സാക്ഷ്യം കേട്ട ഓരോ പ്രേക്ഷകരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. അടിയനെ പോലെ ഭാരത്തിലും പ്രയാസത്തിലും കടന്നു പോകുന്നവരെ, ഒറ്റപ്പെട്ട അവസ്ഥയിൽ കടന്നു പോകുന്നവര്, വേദനയിൽ കൂടെ കടന്നു പോകുന്നവര്, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവര്, നിരാശകളിൽ കൂടെ കടന്നു പോകുന്നവരെ ഒക്കെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഓരോ കുടുംബങ്ങളെയും ദൈവീയ സമാധാനത്തെ ദൈവം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഓരോ കുടുംബങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ സാക്ഷ്യം കേട്ട അനേകായിരങ്ങൾക്ക് ഇതൊരു ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത്രത്തോളം ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും ദൈവദാസിയെ ഇതിന്റെ പ്രവർത്തനങ്ങളെ ഒരു ആവശ്യം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയെ കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.